അതായത് കഴിഞ്ഞ 2-3 എപ്പിസോഡായിട്ട് എന്താ കുറേ ആൾക്കാർ ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു, കമൻ്റൊക്കെ അയച്ചിരുന്നു. അതായത് നമ്മളെ എപ്പിസോഡൊക്കെ ഭയങ്കര ഡ്രൈ ആണ്, നിങ്ങളെ എപ്പിസോഡ് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ സാധാരണ നമ്മൾ തന്നെ പറഞ്ഞിരുന്നല്ലോ പോഡ്കാസ്റ്റിനെ കുറിച്ച്. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് ലിസണിങ് പ്ലാറ്റ്ഫോം സാധനമാണ്. അതായത് നമ്മളൊരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒപ്പം ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ആളുകൾക്ക് പൊതുവേ ഇഷ്ടമുണ്ടാവുക ആ സമയത്ത് കേൾക്കാൻ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും പൊതുവേ. ചിലർ അതിൽ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റുകളുണ്ടാവും, എന്നാൽ ആ എഡ്യൂക്കേഷൻ കണ്ടൻറ്റും കുറച്ചും കൂടിയും ഡൈല്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചിലർ പറഞ്ഞു നിങ്ങൾ തരുന്ന കണ്ടൻറ്റൊക്കെ ഭയങ്കരമാണ് മീൻസ് ക്വാളിറ്റിയിലല്ല, നോളേജ് ലെവലിൽ കുറച്ച് ഒരു ഹൈ ലെവലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ പറഞ്ഞാൽ വരെ രണ്ടഭിപ്രായം ഉണ്ട്. അല്ല, ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ രണ്ടും കൂടി മിക്സഡ് ആയിട്ടുള്ള, ഓൾക്ക് ചിരിക്കും ഇതൊക്കെ ചെയ്യുവാണ്, അതിൻ്റെ ഇങ്ങനെ കുറേ കണ്ടന്റ് കിട്ടുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച്, ഇന്നിപ്പോൾ നമുക്ക് ലാപ്പൊന്നുമില്ല, ഫ്ലോ സ്ക്രിപ്റ്റ്, തേങ്ങ മാങ്ങ പരിപാടികളൊന്നുമില്ല, ഇന്ന് കൂളായിട്ട് നമുക്ക് എന്ത് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. പറയൂ, നമുക്ക് എന്ത് സംസാരിക്കാൻ കഴിയും? ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു എപ്പിസോഡ് യാത്രനെ കുറിച്ച് ചെയ്തിരുന്നു. എനിക്ക് ഒന്ന് 4ാമത്തെ എപ്പിസോഡാണ്, നാലാമത്താണ് യാത്രകൾ എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ്. അപ്പോൾ ആ എപ്പിസോഡിൽ നമ്മൾ മാർക്കോ പോളോ, ഇബ്നു ബത്തൂത്ത, അങ്ങനെ കുറച്ച് ഫസ്റ്റ് യാത്ര അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം പലരും ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇതിൽ യാത്രൻ്റെ ഫിലോസഫിയെ കുറിച്ച് സംസാരിക്കുന്നില്ല, ഇതിൽ ജസ്റ്റ് പെരിഫറലായിട്ടുള്ള സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ, കഥകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ എപ്പിസോഡിന് രണ്ട് പാട്ടുണ്ടായിരുന്നല്ലോ. അതിൽ വ്യൂവേഴ്സിനോട് പറയാണ്, ഫസ്റ്റ് പാട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത്, സെക്കൻഡ് പാട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത്. സെക്കൻഡ് പാട്ട് എൻ്റെ അടുത്ത് നിന്ന് ഫയൽ ഉണ്ടായിരുന്നു. ആ ഫയൽ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സാധനം കാണാനില്ല. അപ്പോൾ അത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നു. അതിൽ നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ചിരുന്നത്? എന്തിനാണ് യാത്ര ചെയ്യുന്നത്? അങ്ങനെ ഞാൻ കിടന്ന ഒന്നുകൂടി ചോദ്യം ചോദിക്കുക, എന്തിനാണ് നമ്മൾ യാത്ര പോകുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്ത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടുകാർ, നമ്മളെ വീട്ടുകാർ, നമ്മൾ കുറേ സൗകര്യങ്ങൾ, വീട്, അതുപോലെ അങ്ങനെയുള്ള കുറേ നമ്മളെന്താണ് സൗകര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന കുറേ സാധനമുണ്ട്. ഇത് ഒന്നും അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സമാധാനം, സന്തോഷം, ഇതൊന്നും വേറെ നാട്ടിൽ പോയാൽ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ അനുഭവം വ്യത്യസ്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഡൽഹിയിൽ വന്നാൽ, ഇവിടെ നമ്മളെ നാട്ടിൽ ഭയങ്കര നമ്മളെ നാട്ടിൽ മുറ്റം ഇതൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഒന്നുമല്ല. ഡൽഹിയിൽ ഭയങ്കര കൺജസ്റ്റഡാണ്, ആൾക്കാരൊക്കെ അങ്ങനത്തെ ഒരു ലൈഫാണ്. ഇപ്പം വേറെ എവിടെയെങ്കിലും നോർത്ത് ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ പോയാൽ അവിടെ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ നമ്മളെ നാട്ടിലെ പോലെ സൗകര്യങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ കുറേ ഗ്രാമങ്ങൾ നമുക്ക് എനിക്കറിയില്ല, പരിചയമാണ്. ഗ്രാമങ്ങളിൽ ഇലക്ട്രിസിറ്റി ഇല്ല, അതുപോലെ ഇങ്ങനെ നമ്മളെ നാട്ടിലെ പോലെ വിളക്കുകൾ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇപ്പോഴും പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ പഴയ കാലത്ത് എങ്ങനെയാണോ മറ്റേ റാന്തൽ വിളക്കും അങ്ങനത്തെ തീയിലൊക്കെ കത്തിച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്, അതായത് ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ നമ്മൾക്ക് ഒരു ഒരു ഐഡിയ, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അനുഭവിക്കാത്ത കുറേ ജീവിതങ്ങൾ ഇങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്കൊരു സമയത്തുള്ള ഏറ്റവും വലിയ ഒരു ക്രേസ് പറഞ്ഞാൽ ഈ ടെഡ് ടോക്കുകൾ കേൾക്കുക. ഇപ്പോൾ ടെഡ് ടോക്കിൽ തന്നെ ഭയങ്കര ഒരു വലിയ ജോണറാണ് ഈ ട്രാവൽ, ബൈ ലെസ് ട്രാവൽ മോർ എന്നൊക്കെ പറഞ്ഞാൽ ട്രാവലിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുക. യാത്ര ചെയ്താൽ എന്തോ സംഭവം കിട്ടും, നമ്മുടെ കണ്ണുകൾ തുറക്കും, അതിന് തുറവുണ്ടാവും, തേങ്ങ ഉണ്ടാവും, മാങ്ങ ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, യാത്ര ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക്? എൻ്റെ ഒരു തോന്നൽ എന്താ? നമ്മൾ ഇവിടെ പണ്ടൊരു സെഷൻ ഉണ്ടായിരുന്നു, ദിക്കും ദിക്കും എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ. അതിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഓർമ്മയുണ്ട്, നമ്മളൊരു യാത്ര, ഫസ്റ്റ് നമ്മൾ യാത്ര പോയ കശ്മീർ യാത്രയാണ്, നമ്മുടെ ഒപ്പം പോയ യാത്ര. ഞാനും ഒഫീഷ്യലി നമ്മളൊരു യാത്ര തുടങ്ങുന്നത് കശ്മീർ യാത്രയല്ല. അപ്പോൾ അതിൽ നമ്മൾ അന്നിങ്ങനെ ഒരു മുഹന്നദിൻ്റെ ഒരു സാധനം പറഞ്ഞിരുന്നു. മുഹന്നദ് അബൂ റിസ്കിൻ്റെ ഒരു യാത്രൻ്റെ ഒരു ട്രാവലറാണ്, ഫിലിം മേക്കറാണ്, ജോർദാനിയൻ ഫിലിം മേക്കറാണ് മൂപ്പരെ. ജോർദാനിയൻ ഫിലിം മേക്കറാണ്. ടെഡ് ടോക്കിൽ ടോക്കുണ്ട് മൂപ്പരെ. ഒരു ഫിലിം മേക്കറാണ്, പക്ഷേ ട്രാവൽ ചെയ്തിട്ടാണ് കൂടുതലും ഫിലിം മേക്കിംഗ്. മൂപ്പര് വൈ ജോർദാനിയൻ ഷൂട്ട് മേക്ക് ഫിലിം എന്ന് വെച്ചിട്ടൊരു ടെഡ് ടോക്ക് ഉണ്ട്. അപ്പോൾ മൂപ്പരൊരു സാധനമാണ് നമ്മൾ ഇൻസ്പിറേഷൻ നമ്മളന്ന് പറഞ്ഞിരുന്നു.
അപ്പം അന്ന് ഈ മൂപ്പരെ റീൽസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് മൂപ്പര് ഡെയിലി 2 days കൂടുമ്പോൾ ഇങ്ങനെ റീലിടും. റീൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂസ്, അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ ഏതെങ്കിലും അപ്പർ ഈജിപ്തും ഉണ്ട്, അങ്ങനെ 2 ഈജിപ്തിൻ്റെ തലങ്ങളുണ്ട്. അങ്ങനെ ഈജിപ്തിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള ഷോട്ടുകൾ, ജോർദാനിലുള്ളത്, പിന്നെ ചിൽഡ്രൻ ഓഫ് ഗസ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സീരീസ്, ലെറ്റേഴ്സ് ഫ്രം ഗസ എന്ന് പറഞ്ഞിട്ട് സീരീസ്. എനിക്ക് ഓർമ്മയുണ്ട് അതിൽ എന്താ മുഹമ്മദ് അബുരിസ്കിന്റെ ആ സാധനം കണ്ടിട്ട് അതിന്റെ ഒരു രസം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കോട്ടോ അല്ലെങ്കിൽ ആൾക്കാരുടെ വർത്താനങ്ങളൊക്കെ ഉണ്ടാവും, ആ നെറേഷന്റെ പിന്നിൽ ചെറിയൊരു ഇതില് BGM ഇങ്ങനെ ഉണ്ടാവും, പിന്നെ അവിടുത്തെ കൊറേ സൗണ്ട് സ്കേപ്പുകൾ ഉണ്ടാവുക. ഭയങ്കര രസമാണ്. ചെറിയ റീൽസ് അതിൽ ലാസ്റ്റ് ഒരു സീരീസ് ദ ലെറ്റേഴ്സ് ദാറ്റ് ഹാവ് ബീൻ നോട്ട് സെൻഡ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടായിരുന്നു. അതായത് നമ്മള് ഒരാൾക്ക് എഴുതാൻ പറ്റാതെ പോയ കത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഗസ എന്നുള്ള എഴുത്തുകൾ, സിറിയ എന്നുള്ള എഴുത്തുകൾ, യമൻ എന്നുള്ളത്, കൂടുതലും കുട്ടികളാണ്. കുട്ടികളോട് ചോദിക്കും, ഗസയിലുള്ള കുട്ടികളോട് ചോദിക്കും എന്താ ആവാൻ താല്പര്യം, ഡ്രീം എന്താന്ന് ചോദിക്കും. അപ്പോൾ ഓരോരുത്തർ സിൻഡ്രല്ല ആവണം താല്പര്യം, റൊണാൾഡോനെ കാണാൻ താല്പര്യം. അങ്ങനെ ഒരു രസമുള്ള സീരീസാണ്. അങ്ങനെ കുറെ നല്ല രസമുള്ള ഇന്റർവ്യൂസ് ഉണ്ട് അതിൽ. ചിലതൊക്കെ ലെങ്ത്തുമാണ്, നല്ല രസമുള്ളതാണ്. അതിൽ നമ്മളൊരു യാത്രന്റെ ലക്ഷ്യം ഇൻസ്റ്റന്റ് യൂട്യൂബ് ഉണ്ട്, ഒരു ക്രൂ തന്നെ ഉണ്ട്, എഡിറ്റേഴ്സ്, കുറച്ച് ടീമാണ്, 4-5 ആളുണ്ട്. നമ്മളന്ന് യാത്ര പോകുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു നമുക്ക് കശ്മീരിൽ പോയിട്ട് ഇൻ്റർവ്യൂസ് എടുക്കണം, അല്ലെങ്കിൽ കുറേ ഷോട്ടുകൾ കണ്ടെത്തണം, ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്യാമറ ഒക്കെ എടുത്ത് പോണത്. പക്ഷെ അവിടെ എത്തിയിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് കശ്മീർ ഒരു സാധനമുണ്ട്. ഞാൻ അന്ന് നമ്മൾ കശ്മീർ പോകാൻ നേരത്തെ നമുക്കൊരു മൂഡ് എന്താണെന്ന് വെച്ചാൽ കശ്മീരിനെ കുറിച്ച് ഡോക്യുമെൻ്ററി ഉണ്ടാകും. വാട്ട് ഈസ് കശ്മീർ, അതിലേക്ക് നമുക്ക് പിന്നെ വരാം, ലൈക്ക് അതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ് കശ്മീരിലെ റിയൽ ലൈഫ് എന്താണ്, അതിനെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യാൻ പോകണം. അങ്ങനെ എന്തോ മൂഡിലാകാണ് ഞാൻ ക്യാമറ ഇതൊക്കെ എടുത്ത് പോരുന്നത്. അപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു കശ്മീരിനെ കുറിച്ച്, എടുത്തൊരു ഡോക്യുമെൻ്ററി. അപ്പോൾ അതേ മൂഡിൽ ആളുകളോട് ചോദിക്കുക എന്നുള്ളത് മനസ്സിലാണ് പോയത്. പക്ഷെ അന്ന് പോയപ്പോൾ എനിക്ക് തിരിഞ്ഞ സാധനം എന്താ വെച്ചാൽ ഞാനും സഫാനും പിന്നെ ഇല്ലേ നല്ല. അപ്പോൾ അന്ന് പോയിട്ട് ആളുകളോട് നമ്മൾ എന്തെങ്കിലും സെൻസിറ്റീവായ കാര്യങ്ങൾ ചോദിച്ചാൽ അവർ ആ സ്പോട്ടിൽ വിഷയം മാറ്റും, അല്ലെങ്കിൽ ഉണ്ടാകും. ഇനി അഥവാ നമ്മളെ കയ്യിൽ ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടി പറഞ്ഞാൽ പിന്നെ സൂപ്പർ സൈലൻ്റ് ആവും. നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് നമ്മളോട് മനസ്സ് തുറക്കണമെങ്കിൽ, പ്രത്യേകിച്ച് അത്രയും സർവൈലൻസ് ഉള്ളൊരു നാട്ടിലൊരാൾക്ക് നമ്മളോട് മനസ്സ് തുറക്കണം എന്നുണ്ടെങ്കിൽ അവരോട് അങ്ങനെ ഒരു ഇൻറ്റിമേറ്റ് ബന്ധം ഉണ്ടാവണം. എനിക്ക് പിന്നെ അതാ തോന്നി. പിന്നെ ഞാൻ ക്യാമറ എടുക്കാതിരിക്കാൻ ബോധപൂർവം ക്യാമറ അവിടെ ഉള്ളിൽ തന്നെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അപ്പൊ ഇവർക്കൊക്കെ ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ ആ ബത്തൊക്കെ വെക്കുന്ന ആളുടെ കഥ, നമ്മളൊരാളെ അടുത്തേക്ക് പോയി, എവിടുന്നാണ് സോനാമർഗ് ഇറങ്ങിയിട്ട് ഒരു വില്ലേജ് ഉണ്ട്, ഒരു സ്ഥലത്ത് ബസ് എത്തിക്കുന്ന സ്ഥലത്താ. അപ്പൊ നമ്മളൊരു വല്യപ്പനെ കണ്ട്. അപ്പോൾ വല്യപ്പനോട് ഇങ്ങനെ സംസാരിച്ച് വർത്താനൊക്കെ യാത്ര ഞങ്ങൾ മുസാഫിറാണെന്ന് പറഞ്ഞ് വല്യപ്പ ഭയങ്കര സൽക്കാരം മീൻസ് പുഞ്ചിരി കൊണ്ട് ഒരാളെ സൽക്കരിക്കാന്നൊക്കെ അറിയില്ലേ, ആ സാധനം ഇങ്ങനെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ കുറേ വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ വല്യപ്പ ഇങ്ങനെ വല്ല സങ്കടപ്പൂതി ഇങ്ങനെ കെട്ടയക്കാൻ തുടങ്ങി. ഇതൊക്കെ മുറിക്കുന്നുണ്ട്, ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് മുമ്പ് ഇങ്ങനെ വത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ കഥകൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ പറഞ്ഞു. മുമ്പ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല ചിരിച്ച് കളിച്ച് ഇങ്ങനെ പറഞ്ഞു എനിക്ക് നിങ്ങളെ പ്രായമുള്ളൊരു മോണ്ടായിരുന്നു, ഓനെ പിന്നെ കാണാനില്ല. അതുവരെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ മൂപ്പരെപ്പോഴും ചിരിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ പെട്ടെന്ന് നമ്മളെ മൂഡ് നോക്കി മാറി. മോനെ കാണാനില്ല, മോനെ എവിടെ പോയി, ഡിസപ്പിയർഡ്, എവിടെ എന്താ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഈ കഥകളൊക്കെ ഒരു നിലക്കുവാണെങ്കിൽ നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്, നമ്മൾ ഡോക്യുമെൻ്ററിൻ്റെ സ്വഭാവം തരുന്നത്. പക്ഷെ ഇതൊന്നും നമ്മൾ ക്യാമറയിൽ പതിവില്ല. പിന്നെ അതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അവർ പലരും നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഒരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാന്നുള്ള സാധനത്തിന് പോലും ഒരിക്കൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ക്യാമറയിൽ ഒരു സംഗതി ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സാധനമാണ്. ഇല്ല, ഈ ഫിൻജാൻ്റെ ഈ തമാനിയൻ്റെ തന്നെ നമ്മൾ അതിലാണ് പിന്നെ കുറേ ട്രാവലിങ്സ് വന്ന്, അതായത് ഓല് കുറേ ഡോക്യുമെൻ്ററീസ് ഇറക്കുന്നുണ്ട്. അനസ്കന്ദറിൻ്റെ ഉണ്ട്, അതല്ലാതെ തന്നെ ഓല് കുറേ ഡോക്യുമെൻ്ററീസ് യൂട്യൂബ് ചാനലില്ല. അതുപോലെ തന്നെ നല്ല കുറേ സാധനം. ഇപ്പം നമ്മൾ വേറെ ഇട്ടാണല്ലോ കശ്മീർ പോയിട്ടുണ്ടായി. എൻ്റെ ഫസ്റ്റ് ട്രാവൽ കശ്മീരാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ഞാൻ സ്വന്തം പോകുന്നത്, മറ്റൊക്കെ സ്കൂളിൽ നിന്ന് ഫാമിലിയുടെ കൂടെ പോയെന്നല്ലാണ്ട് ഫസ്റ്റ് പോകുന്നത് കശ്മീരാണ്. പക്ഷെ ഞാൻ പോയത് എന്താണ് സോനാമർഗ്, മറ്റേ എന്താണ് ആരു വാലി, പഹൽഗാം, അങ്ങനത്തെ കുറച്ച് സാധാരണ ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലത്താണ്. നിങ്ങൾ കുറച്ചുകൂടി മറ്റേ ഷോപ്പിയാൻ അങ്ങനെ കുറച്ച് എന്താണ് വില്ലേജസ് ഒക്കെ കൂടി പോയില്ലേ, അവിടെ നിന്ന് എന്താണ് ഇത് വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നിയെന്താ? എനിക്ക് മാത്രമല്ല ഓരോയിട്ടുള്ള ബന്ധം ഇപ്പം മറ്റൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. കശ്മീരിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഏകദേശം 5 വട്ടം പോയിക്കുന്നത് കശ്മീർ.
അപ്പോൾ ഓരോ സമയം പലയിടത്തും പോയിടത്ത് തന്നെ പിന്നെയും പോയിട്ടുണ്ട്. പല സന്ദർഭത്തിൽ പല അനുഭവം ഉണ്ടായി. ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്, കൂട്ടത്തിൽ പോയിട്ടുണ്ട്, ഫാമിലിൻ്റെ കൂടെ പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് തിരിഞ്ഞ സാധനം എന്താ വെച്ചാൽ കശ്മീർ എന്ന് പറഞ്ഞാൽ ഹൈലി പണ്ട് മുതലേ അത്രയും ടൂറിസ്റ്റ് വാല്യൂ ഉള്ള ഏരിയയാണ്. ഇപ്പോൾ നമ്മൾ ശ്രീനഗറിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുക ടൂറിസത്തിന് വേണ്ടിയിട്ട് പ്ലോട്ടഡ് ഉള്ളൊരു നാടാണ്. അതായത് അവിടെ ഉള്ള എല്ലാ കശ്മീരികളല്ലാത്തവരൊക്കെ ബാക്കിയുള്ളവരെ ട്രീറ്റ് ചെയ്യുക ടൂറിസ്റ്റുകൾ എന്നുള്ള സെൻസിലാണ്. നമ്മളിപ്പോൾ നമ്മൾ കശ്മീരിയത്തെ അറിയണം, ഒരു നാടിൻ്റെ കൾച്ചർ എന്താണെന്ന് അതിൻ്റെ റൂട്ടിൽ അറിയണം ഒക്കെയാണ്. അങ്ങനെ ഒരു നീയത്തിലാണ് പോകുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഈ പോണ പഹൽഗാം, സോനാമർഗ്, ഗുൽമർഗ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് വേണ്ടി സെറ്റ് ചെയ്ത കുറേ സ്ഥലങ്ങളായിരിക്കും. അവിടെ ജീവനില്ല എന്ന് ഞാൻ പറയുന്നില്ല, അവിടെ ആൾക്കാരുണ്ടാവും, അവരുടെ സ്വഭാവം അതേ സ്വഭാവമായിരിക്കും, നല്ല സ്വഭാവമായിരിക്കും, നമ്മളെ സൽക്കരിക്കുന്നവരായിരിക്കും. പക്ഷെ അവരുടെ ഇടയിലൊക്കെ നമ്മളെ ഒരു മറുണ്ട്. ലൈക്ക് നമ്മളൊരു ടൂറിസ്റ്റ് ആണ്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. നമ്മളൊരു ടൂറിസ്റ്റ് ആണ് അതിൻ്റെ അപ്പുറത്ത്. പക്ഷെ കുറച്ചും കൂടി ഇപ്പോഴും ഞാൻ പോയിന്ന് പിന്നുള്ളത് ഗുറൈസ് വാലിയൊക്കെയാണ്. ഗുറൈസ് വാലി പറഞ്ഞാൽ ശ്രീനഗറിൽ നിന്ന് പിന്നെയും 5-6 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോകണം. അതായത് കുറച്ചും കൂടി പാകിസ്ഥാൻ്റെ ഒക്കെ ആ ഒരു ബോർഡർ കീപ്പ് ചെയ്യുന്ന സ്ഥലം, ഭയങ്കര സെക്യൂരിറ്റി ഉള്ള സ്ഥലം. അപ്പോൾ അവിടെ ഇപ്പോഴൊക്കെ ആൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് നമ്മൾ ഈ ഉണ്ടായിന്ന് അറിയില്ല, ഖുറൈസി വന്നില്ലല്ലോ. ഖുറൈസിൽ ഞാൻ മുമ്പ് ഇത് പറഞ്ഞതാണ്. ആ ഒരു പള്ളിയിൽ കയറി, ഒരു സാധാ ഗ്രാമമാണ്, കുഗ്രാമാണ്. ആ കുഗ്രാമത്തിൻ്റെ ഉള്ളിലൊരു പള്ളിയാണ്. അപ്പോൾ പള്ളിയിൽ അസ്ർ സ്കരിക്കാൻ കയറി. അപ്പോൾ അസ്ർ സ്കരിക്കാൻ ഒരു സൊഫിൽ ആളുണ്ട്. അപ്പോൾ ഞാനും ഞങ്ങളെ കൂടെ ഞങ്ങൾ 3 ആളാണുള്ളത്. ഞങ്ങളവിടെ കയറി. അവിടെ കയറിയപ്പോൾ തന്നെ ആൾക്കാർക്ക് ഓക്വേർഡ് അടിക്കാൻ തുടങ്ങി. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ നാട്ടിൽ ഇതുവരെ ആ പള്ളിയിൽ ടൂറിസ്റ്റുകൾ കയറിയിട്ടുണ്ടാവില്ല. കാരണം എന്താ, ഒന്നാമത് ടൂറിസ്റ്റുകൾ അവിടേക്ക് വന്നാൽ തന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ കയറുക എന്ന് പറഞ്ഞാൽ അപൂർവമായിരിക്കും. അത് അത്രയും ഉള്ളിലുള്ള പള്ളിയാണ്. അപ്പോൾ ഒരു നിസ്കരിക്കാൻ കയറിയുമ്പോൾ തന്നെ അവരിങ്ങനെ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് സാധാ പോലെ സലാമൊക്കെ വെട്ടി. അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ആസറിനാണല്ലേ മരിവിന് നമ്മൾ കയറിയിരുന്നു. മരിവിന് പിന്നെ നമ്മൾ ഉറക്ക ആമീൻ ചൊല്ലിയിട്ട് ഒരു ഓക്വേർഡ്നെസ് ഉണ്ടായിരുന്നു. കാരണം ഹനഫികളാകുമ്പോൾ ആമീൻ ചൊല്ലുമല്ലോ ഉറക്കാൻ. നമ്മൾ ഷാഫികൾ അങ്ങനെ മതബിൽ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ആമീൻ ചൊല്ലും. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ നമ്മൾ എന്ത് ചെയ്യും, ആമീൻ ചൊല്ലും. നമ്മൾ മാത്രമേ ചൊല്ലുക പള്ളിയിൽ. അപ്പോൾ അന്ന് അസർ കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓരോരുത്തർ നമ്മൾ വന്നിങ്ങനെ പരിചയപ്പെടാണ്. നിങ്ങൾ എവിടുന്നാണ്, നിങ്ങളെന്താണ് ടൂറിസ്റ്റ്? കാരണം എനിക്ക് കൊണ്ടാൽ ചിലപ്പോൾ ആ പള്ളിയിലെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ടൂറിസ്റ്റ് വരിക. അപ്പോൾ ഓരോരുത്തർ നമ്മൾ കേരളീയനാന്നൊക്കെ പറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് വന്ന് മാഷാ അല്ലാ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കെട്ടിപ്പിടിച്ചിട്ട്. പിന്നെ അവിടെ കച്ചറ എന്താ വെച്ചാൽ നമ്മൾ ഏത് പുരയെ കൊണ്ടുപോകും എന്നുള്ള, ആരെ കൊണ്ടുപോകും. അപ്പോൾ ഒരു വല്ലിപ്പ ഇവിടുന്ന് വലിക്കും, അപ്പോൾ മറ്റേ വല്ലിപ്പ മറ്റേടത്തുനിന്ന് വലിക്കും. അങ്ങനെ കച്ചറായി അവസാനം ഒരു വല്ലിപ്പം ഞങ്ങളെ പുരയെ കൊണ്ടുപോയി ചായയും കടിയൊക്കെ തന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പർക്ക് ചോറായിരുന്നു. നമ്മൾ കുറേ പറഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ട് മൂപ്പർക്ക് ഞങ്ങളവിടെ നിൽക്കണം. നമ്മൾ വേറെ റൂമൊക്കെ എടുത്തതാണ് അടുത്ത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ എനിക്ക് ശ്രീനഗറിന്നോ വേറെ എവിടുന്നും കിട്ടാത്തൊരു ടൈപ്പ് ഓഫ് ഒരു ജീവനുള്ളൊരു സ്വഭാവമുള്ളൊരു അനുഭവം എനിക്ക് ഈ സ്ഥലത്ത് നിന്ന് കിട്ടി. അപ്പോൾ എനിക്കതാ തോന്നി കശ്മീരിനെ കുറിച്ച് നമ്മളിങ്ങനെ പറയും. ശരിക്കും കശ്മീരിൽ പോകുന്നത് ഈ കാണുന്ന സാധനങ്ങളൊക്കെ കാണാനാണ്. ഈ സോഷ്യൽ മീഡിയ കാണുന്ന, അല്ലെങ്കിൽ പൊതുവേ കശ്മീരിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന, അല്ല പൊതുവേ നമ്മൾ കാണുന്ന ഇമേജറി ഉണ്ടല്ലോ, അത് കാണാനാണ് കശ്മീർക്ക് പോവുക. ഈ ഇങ്ങനെ അറിയുന്നുണ്ട്, ഈ ഒരു ടെക്ടോക്ക് പറയുന്നുണ്ട്, മൂപ്പര് കൊളംബിയൻ്റെ ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്. കൊളംബിയ അല്ലേ മറ്റേ നാർക്കോസ് ഫിലിമൊക്കെ കൊളംബിയായിട്ട് ബന്ധപ്പെട്ടല്ലേ. അപ്പോൾ ഈ കൊളംബിയക്ക് വരുന്ന 90% ആളുകളും ഈ നാർക്കോസ് കണ്ടിട്ടാണ് വരുന്നത്. ഈ സിനിമൻ്റെ ബേസിലാണ് ഈ കൊളംബിയക്ക് ടൂറിസ്റ്റുകളായിട്ട് വരുന്നത്. 90% ടൂറിസ്റ്റുകളും വരുന്നത് ഈ ഫിലിം കണ്ടുകൊണ്ടാണ്, അതിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ അതാണ് അവർക്ക് വേണ്ടത് അവിടെ പോയിട്ട്. ഇപ്പോൾ കശ്മീരിൽ ഇത് പ്രതീക്ഷിച്ച ആൾക്കാർ പോണത് ഈ വിഷ്വൽസ് കണ്ടിട്ട്, അല്ലെങ്കിൽ കശ്മീരിൻ്റെ പറഞ്ഞു കേട്ടിട്ടുള്ള സാധനം വെച്ചിട്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിനപ്പുറത്തേക്ക് കിട്ടേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഒറ്റയ്ക്ക് പോകുന്ന ആളുകളാണ് ഈ എക്സ്പ്ലോർ ചെയ്യുക, കൂടുതൽ ഉള്ളിലേക്ക് പോവുക. നമ്മൾ ഷോപ്പിയനിൽ പോയിരുന്നു. ഷോപ്പിയനിൽ വില്ലേജിൽ ഒരു ദിവസം നിന്നില്ലേ, ഒരു ദിവസമല്ലേ അന്ന്. നല്ല രസമാണ്. നമ്മള് പഹൽഗാമിലെത്തിയപ്പോ നമ്മളൊരു മെയിൻ ഡയലോഗ് ഉണ്ട്. അതായത് നമ്മള് കശ്മീരിലേക്ക് പോകുന്ന ടൈം പറഞ്ഞാല് നമ്മളെ കയ്യിൽ കായില്ല, പൈസ ഇല്ല. പക്ഷെ നമുക്ക് കുറെ എക്സ്പ്ലോർ ചെയ്യണം, കുറച്ച് സമയമുണ്ട്. പക്കാ ബഡ്ജറ്റ് ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് ബ്രെഡ്, ജാമ്, മാഗി, ഇങ്ങനെ ഒപ്പിക്കൽ പരിപാടിയാണ് ഫുള്ളുള്ളത്. അപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ച് കത്തി അങ്ങനെ ഫുള്ള് ഒപ്പിക്കലാ. പയം തിന്നുക, അങ്ങനെയൊക്കെ പോവാ.
അപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട്, എന്തൊക്കെയോ ഉണ്ട് സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ടെൻറ്റിൽ അവിടെ കശ്മീരികൾ ഈ പഹൽഗാം സോനാമർഗ് സ്ഥലങ്ങളിലൊക്കെ കശ്മീരിൽ ടെൻ്റ് അടിക്കും. അതായത് വീക്കെൻഡ് ഹോളിഡേയ്സിൽ. അപ്പോൾ നമ്മളൊരു വീക്കെൻഡിലാണ് പഹൽഗാമിലേക്കല്ല പഹൽഗാം ആരുവാലി പോകുന്നത്. അപ്പോൾ എന്താ നമുക്ക് അവിടുന്ന് നമ്മളെ സീനിയേഴ്സൊക്കെ പറഞ്ഞു തന്ന ട്രിക്കാണ് ഈ ഡയലോഗ് അടിക്കുക, ഹമാരാ പാസ് ചാവല് ലേക്കിൻ പക്കാനൊക്കെ അവിടുത്തെ അരിയുണ്ട് പക്ഷെ ചോറുണ്ടാക്കാനുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമാണ് കശ്മീരാണ്, നമ്മൾ ഓരോ കശ്മീരത്തിന് എക്സ്പ്ലോയിറ്റ് ചെയ്യണം, മുതലാക്കാണ്. അപ്പോൾ ഓരോ അറിയാം എന്തിനാണ് കഷ്ടപ്പെടുന്നത്, നമ്മളത് എടുത്തോളി നമ്മളെ വിളിക്കൂ. പിന്നെ കബാബ് ഓരോ ഫുഡ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ടെന്റ് കയറിയ സമയത്ത് ആദ്യം ടെന്റ് കയറി, പിന്നെ ഫുഡിന്റെ അപ്പുറത്തുള്ള ടെന്റ് വിളിച്ച്, എന്നിട്ട് പോലെ നമ്മൾ ഇരുത്തിയിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഒരു മജ്‌ലിസാക്കി ടെന്റിന്റെ ഉള്ളില്. ആദ്യം നമ്മള് കുറച്ച് പാട്ട് പാടി, ആദ്യം എനിക്ക് തോന്നിട്ട് ഓല് പാട്ടാടാൻ തുടങ്ങി. പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ച് അവസാനം ഖുറാനിലേക്ക് എങ്ങനെ എത്തി, എങ്ങനെ എത്തി അറിയില്ല. ഓരിങ്ങനെ ഓരോന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ പൈസ, അതായത് നിങ്ങൾക്ക് എങ്ങനെ പൈസ കിട്ടിയത്, നിങ്ങൾ എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞേ നമുക്ക് കുറച്ച് സേവിങ്സേ ഉള്ളൂ. അപ്പൊ ആ സേവിങ്സ് റമദാൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ റമദാൻ നമ്മളെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും ആഫ്ലിങ്ങളാണ്. അപ്പൊ നമ്മളൊക്കെ റമദാനിൽ പള്ളിയിൽ ഇമാമുകളെ, അപ്പൊ ഇമാമ് കിട്ടിയ പൈസ മിച്ചം വെച്ചിട്ടാണ് നമ്മൾ യാത്ര വന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞേ ഞങ്ങളൊക്കെ റമദാൻ കഴിഞ്ഞിട്ട് അതിന് കിട്ടിയ മിച്ചം പൈസ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ റമദാനിൽ ഇമാമത്തോ, നിങ്ങൾ ഇമാമാണോ, പള്ളിയിൽ ഇമാമാണോ? അവിടാണ് മനസ്സിലായി നമ്മളൊക്കെ ആഫ്ലിങ്ങളാണ്. അപ്പോൾ അത്രയും നേരം അവർക്ക് ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ യാത്രക്കാര് മുസാഫിർ എന്നുള്ള റെസ്പെക്ട്. ഇങ്ങനെ നിൽക്കുന്ന സാധനം പെട്ടെന്ന് നമ്മൾ ആഫിദാന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ഉണ്ട് കേറി. പിന്നെ നിങ്ങള് പിന്നെ ഓദിപ്പിച്ച്, അതായത് ഒരു റൗണ്ട് ഇങ്ങനെ ഒരേ ആയത്ത് എല്ലാരെ കൊണ്ട് ഓദിപ്പിച്ചു. അങ്ങനെ ഇഷ്ടമുള്ള ആയത്ത് ഓതാൻ പറഞ്ഞു, എല്ലാരും ഓതി. അവസാനം നമ്മൾ എന്നാ പാട്ട് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. നമ്മൾ എല്ലാവരും ഓരോരുത്തരും ഓരോ ഭാഗം ഓതി, എന്നിട്ട് അവസാനം പറഞ്ഞു പാട്ട് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ പറഞ്ഞു ഇനി പാട്ട് വേണ്ടാറുണ്ട്, ഞങ്ങൾ ഖുറാനൊക്കെ ഓതിയല്ലേ ഇനി വേണ്ടാറ്. അവസാനം പാട്ട് നിർത്തി അവിടെ. പിന്നെന്താ മാഗി ഉണ്ട് ഇനി ഒരു പിന്നെ ഫുൾ സൽക്കാരം. അങ്ങനെ അവിടുന്ന് പിന്നെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് ഒരു പിറ്റേന്ന് നമ്മളെ കൊണ്ട് ട്രക്കൊക്കെ ചെയ്യിപ്പിച്ച് ഒരു പിന്നെ പറഞ്ഞ് ഞങ്ങൾ ഒരു പോവാണ്, ഓരൊക്കെ നഴ്സിങ്ങിന് പഠിക്കുന്നവരാണ്. അപ്പോൾ ഓരൊക്കെ പോയി വലിയ ആൾക്കാർ, അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു 30s ഒക്കെ ഇടയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇനി തിരിച്ച് ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ പോവാണ്, ഇനി ശ്രീനഗർ പോയി അങ്ങനെ കവർ ചെയ്യാൻ ഫസ്റ്റ്. അപ്പോൾ ഒരു ഇനി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വിളിക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പോയി. അങ്ങനെ 2 ദിവസം ഓരോ വകയാണ് ഫുൾ ചെലവ്, ₹1 ചെലവില്ല. അങ്ങനെയാണ് നമ്മൾ തിരിച്ച് ശ്രീനഗറൊക്കെ കണ്ട് എല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോരാൻ നിൽക്കാം. പക്ഷെ നമുക്കൊരു പൂതി ഉണ്ടായിരുന്നു, നമ്മൾ കശ്മീരിയത്ത് അനുഭവിക്കാനാണോ പോകുന്നത്. അപ്പോൾ കശ്മീരിയത്ത് അനുഭവിക്കണമെങ്കിൽ കശ്മീരികളോട് ചേർന്ന് നിൽക്കണമല്ലോ. നമ്മൾ കുറേ സ്ഥലങ്ങൾ കണ്ടു എന്നുള്ളതിനപ്പുറം അപ്പോൾ നമുക്കൊരു പൂതി കശ്മീരിലെ കല്യാണങ്ങൾ കൂട്ടണം എന്നാണ്. അപ്പോൾ അതിനൊരു ഭാഗ്യം കിട്ടിയില്ല. ചിലവരൊക്കെ ഇങ്ങനെ പറയും കശ്മീർ കല്യാണം അതാണ്. അപ്പോൾ കല്യാണമാണല്ലോ ഒരു കൾച്ചറൽ. എൻ്റെ നാട്ടിലെ കുറച്ച് ചെക്കന്മാർ ഇതേപോലെ കശ്മീർ പോയിട്ട് അതുപോലെ വീഡിയോ കണ്ടിരുന്നു. എങ്ങനെ വെച്ചാൽ അവിടെ പോയിട്ട് നമ്മളെ നാട്ടിൽ ഈ അങ്ങനെ പാട്ട് ഭയങ്കര ഇതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇവര് ഓല എന്തോ ഇങ്ങനെ അവിടെ ഇരുന്നു, പിന്നെ ഇവര് പാട്ട് പാടാൻ തുടങ്ങി. പിന്നെ ഇവർക്ക് ഫുള്ള് മുട്ടായി കൊണ്ടെടുക്കല് മറ്റേ കൊണ്ടെടുക്കല്. ഒരു കൾച്ചർ എവിടെയാണോ അതൊക്കെ എപ്പോഴും ആ വെഡിങ്ങിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും കിട്ടാത്തതിന്റെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് വെറുതെ ഉടുപ്പില്ലല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ പോവാൻ വേണ്ടി നിക്കുക. ശ്രീനഗറിന്ന് തിരിച്ച് പോവാ, ഇനി ഡൽഹിക്ക് വണ്ടി കയറാൻ നിക്കുക. നമ്മളടുത്താണ് ഈ ദിവസം ഉണ്ട്. അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ മൂപ്പരെ വിളിച്ചു നോക്കിയാലോ, വിളിച്ച് നമ്മള് പോവാൻ നിക്കണിട്ടാ, എന്നാ ശരി എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മള് ഒരു ഇന്ന വീട്ടിലേക്ക് വരീന്നുള്ളത് കേൾക്കാൻ വേണ്ടി നിക്കാണ്. എന്നാ ശരി എന്നാ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഓരൊന്നും പറയുന്നില്ല. അങ്ങനെ ഫോൺ വെച്ച് എന്നിട്ട് അവ നമുക്ക് പിന്നെയും ഡൗട്ടായി, ഇനിയിപ്പോ പോണോ മോശല്ലേ ഇതാണ്. അവ എന്ത് ചെയ്ത് ഉളുപ്പില്ല പിന്നെയും വിളിച്ചു. ഞങ്ങള് അങ്ങോട്ടൊന്ന് വന്നാലോ എന്ന് ആലോചിക്കണേ, ഞങ്ങക്ക് നിങ്ങളെ ഉമ്മാനി പയ്യൊക്കെ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഓര് പറഞ്ഞു എന്തായാലും വരിക അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാണ്ട് നമ്മള് വിളിച്ച്. ഇത് ഷോപ്പിയാനാണ്. ഷോപ്പിയാൻ എന്ന് പറഞ്ഞാല് ഈ ടൂറിസ്റ്റ് ഏരിയകളിൽ നിന്നൊക്കെ വിട്ട് അവിടെ നിന്നൊക്കെ കുറെ പോകണ്ട. നമ്മള് 2-3 ഷെയർടാക്സി കയറണം, മാറി കയറണം. 2-3 മണിക്കൂർ യാത്ര, കുറേ ദൂരം യാത്രയാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിയാനിലെത്തി. ഒരു നാട്, സാധാ നാട്, അവിടെ ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ ഇല്ലാത്തൊരു നാട്. ഷോപ്പിയാന്ന് പറഞ്ഞാൽ മറ്റേ ദുരന്തം നടന്ന സ്ഥലമല്ലേ ഷോപ്പിയാൻ വെടിവെപ്പോ, അങ്ങനെ ഒരു ഉൾഗ്രാമമാണ്. അങ്ങനെ അവിടെ എത്തി, ആ നാട്ടിലെത്തി, ഗ്രാമത്തിലെത്തി. നമ്മൾ വണ്ടിയിലിറങ്ങി, ഷെയർ ടാക്സിയിലിറങ്ങി.
ഇറങ്ങിയപ്പോൾ മറ്റേ ആള് വന്നിട്ട് നമ്മള് വിളിച്ചിട്ട് നാട്ടുകാരോട് മൊത്തം എന്റെ കൂട്ടുകാരാണ്, കേരളത്തിൽ നിന്ന് വന്നവരാണ്, ഫുൾ സ്വീകരണം, വൻ സ്വീകരണം സെറ്റപ്പ്. അന്നാണ് നമ്മളാ വീട്ടിലെത്തി, നമുക്ക് ഉപ്പിട്ട ചായ കിട്ടി, നംകീൻ ചായ, എന്നിട്ട് അവിടുത്തെ ബിസ്ക്കറ്റ്, അവിടുത്തെ കൾച്ചർ, ഓരോ വീട്ടിലെങ്ങനെയാണ് ചൂടാക്കണ എന്തോ കുലിച്ച അങ്ങനെ എന്തോ ഒരു സാധനം ക്യാൻസർ ആ ചൂടാക്കണ സാധനം. പിന്നെ ഓരോ തോട്ടങ്ങൾ കാണിച്ചു തന്നു, ആപ്പിൾ തോട്ടം, അങ്ങനെ എല്ലാം കാണിച്ചു തന്നു. ഒരു പക്ക നമ്മളൊരു കശ്മീരി എങ്ങനെ ജീവിക്കുന്ന ആ സാധനം നമുക്ക് അന്ന് അവിടെ കിട്ടി. അങ്ങനെ ഭയങ്കര മനസംതൃപ്തിയോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ. ഞാൻ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഓർമ്മ. അതായത് വീട്ടിലിങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ എങ്ങനെയാണ്, വീട്, ഡൈനിങ് ഹാൾ, റൂം, ഡൈനിങ് ഹാള്, പിന്നെ ടോയ്ലറ്റ്, അങ്ങനെ അങ്ങനെ ഓരോ സെപ്പറേറ്റ് റൂംസ് ഉണ്ടാവുമല്ലോ. ഇതിൽ ഡൈനിങ് ഹാൾ അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. ഒരു ഹാൾവേ ഉണ്ടാവും, ഒരു ഡോർവേ മാത്രം ഉണ്ടാവും, ഇപ്പുറത്തൊക്കെ റൂമുകൾ. പിന്നെ റൂമാണെങ്കിൽ കട്ടില്, ചെയേഴ്സ്, അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. പ്ലെയിൻ റൂം, കുറച്ച് പില്ലോസ് അവിടെ ഓൾറെഡി ഉണ്ടാവും, അൽമാറി മൊത്തം ബ്ലാങ്കറ്റ്, പൊതുപ്പൊക്കെ ഉണ്ടാവും. അങ്ങനെ വേണ്ടി നമുക്ക് എടുത്തിടാം, വേണമെങ്കിൽ കട്ടിൽ ബെഡാക്കാം, വേണമെങ്കിൽ പുതയ്ക്കാം. നിറച്ച് അൽമാറിൻ്റെ ഉള്ളിൽ മൊത്തം ഈ ബ്ലാങ്കറ്റ് മാത്രമേ ഉണ്ടാകുക. എന്നിട്ട് അതിങ്ങനെ ഇഷ്ടം പോലെ എടുക്കുക, പുതയ്ക്കുക. ചൂട് കുറേ ജാക്കറ്റ് ഉണ്ടാവും എടുത്ത്, ഒരു സ്റ്റോക്ക് ജാക്കറ്റ് ഉണ്ടാവും. അഫ്താബിനൊക്കെ ജാക്കറ്റ് 2 കൊടുത്തിന് അവിടെ കൊണ്ടുപോകാനല്ല, ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ മൂപ്പര് ഒരു കസിനും ഉണ്ടായിരുന്നു, സെക്കരിയ പറഞ്ഞിട്ട്, ചെറിയൊക്കെ. അതിൽ ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞില്ലേ, ലൈക്ക് നമ്മള് സ്ഥലം കാണാൻ പോവാന്നുള്ളതിന്റെ അപ്പുറം എന്നൊക്കെ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ കശ്മീരിനെ കുറിച്ച് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വായിച്ചിരുന്നു. അതായത് കശ്മീർ ടൂറിസം എന്ന് പറഞ്ഞത് ഒരു പ്രൊപ്പഗണ്ട പോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതായത് കുറേ ഒരു സെറ്റ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് അവിടെ കുറേ സ്ഥലങ്ങൾ കാണുന്നു. 2 ദിവസം മുമ്പ് മറ്റേ പാട്ടുകാരൻ പോയിന്, എന്തേലും പേര്, എന്താ എൻ്റെ പേര് അടിച്ചു, ഒരു നടനായിട്ടുള്ള പാട്ടുകാരനല്ലേ, കോൺസേർട്ടുകൾ നടത്തണ ദിൽജീത് ദോസ്, പേരോർമ്മല്ല. നമ്മളൊരു എന്നിട്ട് ഈ JK ടൂറിസത്തിന്റെ മെയിൻ പ്രൊപ്പഗണ്ട എന്നൊക്കെ ഞാൻ അറിയില്ല, കോട്ടാണ്. അപ്പോൾ കശ്മീർ ഈസ് സേഫ് എന്ന് പറഞ്ഞ ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്യുക. കശ്മീരിലൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ ഗോവയ്ക്കും മണാലിക്കൊക്കെ പോകുന്ന പോലെ കശ്മീരിലേക്കും പോവാം. അതായത് അവിടുത്തെ കൾച്ചർ, അവിടുത്തെ പൊളിറ്റിക്സ്, അവിടുത്തെ ലോ, അവിടെ ഉള്ള ആളുകളുടെ പ്രയാസങ്ങൾ എന്താണ്, ഇതൊക്കെ മൂടി വെച്ചിട്ട് അതിൻ്റെ അപ്പുറം കശ്മീർ ദുനിയാമേ അഗർ ഏക് ജന്നത്തെ തോ ഓ ബസ് ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്ത് അങ്ങനെ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുക. അതായത് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ, ക്രൂരതകളെ ഒക്കെ മറച്ചു പിടിച്ചിട്ട് കശ്മീരിനെ അങ്ങനെ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനം. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഡീകൊളോണിയലൈസിങ് ട്രാവൽ ഒരു ഇതിലിങ്ങനെ കണ്ടതാണ്. അപ്പോൾ ഇത് കശ്മീർ പോഡ്കാസ്റ്റ് ഉണ്ട്, അവിടെ കുറച്ച് ആക്ടിവിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് കശ്മീരിലേക്കുള്ള യാത്രയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ മണാലിയിലേക്കും ഗോവയിലേക്കും പോകുന്ന പോലെ വരരുത്. ഒരു എത്തിക്കൽ ട്രാവൽ ഉണ്ടാവണം. നമ്മളിങ്ങനെ അവിടെ പോയിട്ട് അവിടുത്തെ കുറേ റീലിടുന്ന്, പക്ഷെ അവിടുത്തെ മനുഷ്യരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അതിനൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഒരു എത്തിക്സും ഇല്ലാതെ നമ്മൾ ഓരോ പണിയെടുക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം അതിലിങ്ങനെ കുറേ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്, കശ്മീർ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈലി സർവൈലൻസ്ഡ് ആയിട്ടുള്ള, 2015 കണക്ക് പ്രകാരം 6-7 ലക്ഷം പട്ടാളക്കാരാണ്. അതായത് മൊത്തം ഇന്ത്യൻ ആർമിയുടെ പകുതി പട്ടാളക്കാർ അത്രയും ചെറിയ പ്രദേശത്താണ് സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ആ സ്ഥലമൊക്കെ കണ്ടു പോകുന്നതിൻ്റെ അപ്പുറം ഒരു പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സ്ഥലമൊക്കെ കണ്ട് മലയും കാടൊക്കെ കാണുന്നതിൻ്റെ അപ്പുറം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്ര അധികം മിലിറ്ററികളുള്ളത്. നമ്മളിപ്പോൾ ആ വല്ലിപ്പനെ കണ്ട്, ആ വല്ലിപ്പൻ്റെ മോനവിടെ, ഈ ആളുകളൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പം ഇതിനൊക്കെ അക്നോളേജ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരാൾക്ക് കശ്മീരിലേക്ക് പോകാൻ പറ്റുക എന്നിങ്ങനെ അതിൽ സാധനം പറയുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ ഇത് പെടും. നമ്മളിങ്ങനെ അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ഏരിയ നമ്മളതിൽ മാത്രമല്ല, അവിടെ ഇപ്പം ടൂറിസ്റ്റ് പ്ലേസുകളിൽ മാത്രമല്ലേ പുറത്തുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഈ പറയുന്ന ഇപ്പോൾ ഗുറേസ് വാലി തന്നെ വളരെ അടുത്താണ്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ആർക്കും പോകാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെയുള്ള ഇത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ അറിയുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന കാശ്മീർ എന്ന് പറയുന്നത് ഇപ്പോൾ സോനാമാർഗും കൂടുതൽ ആൾക്കാർ കാണുന്ന ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയുള്ള ലൈഫ്സ് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ഇതിനെങ്ങനെ മറക്കാൻ വേണ്ടി ഓരെന്തോ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഒരു വട്ടം ഒറ്റക്ക് പോയിരുന്നു കാശ്മീർ. അപ്പോൾ അന്ന് ഒറ്റക്കായി പോയതാണ്, സോളോ. അപ്പോൾ കൂടെയുള്ള ഒരാൾക്ക് പനിച്ച്, അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ കിടപ്പിലായി. അപ്പോൾ ഒന്നും ചെയ്യാനില്ല.
അപ്പോൾ ശ്രീനഗറിൽ 3 ദിവസത്തിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ, ശ്രീനഗറിൽ മമത ചൗക്ക് പറഞ്ഞ സ്ഥലത്തുണ്ട്. സാധാരണ ടൂറിസ്റ്റുകളൊക്കെ നിൽക്കുന്ന വളരെ ചീപ്പായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ പണി എന്താ വെച്ചാൽ പാർക്ക് പോയിരിക്കുക, പുസ്തകം വായിക്കുക, അതിൽക്കൂടി ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കുക, ഇരുട്ടാകുമ്പോൾ തിരിച്ചു വരിക, പിറ്റേന്നും പോവുക തിരിച്ചു വരിക, പോവുക തിരിച്ചു വരിക. ഇതന്നെ വേറൊരു പണിയില്ല, എവിടേക്കും പോയില്ല. അപ്പോൾ ഒരു ദിവസം അവിടുന്ന് ഒരാളെ കണ്ട്. അപ്പോൾ അയാൾ കുറേ സംസാരിക്കാനൊക്കെ തുടങ്ങി, ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ലെയറുണ്ട്, ട്രാവൽ മുസാഫിറും ആ നാട്ടുകാരനും തമ്മിലുള്ള ലെയറുണ്ട്. അത് തകർക്കണമെങ്കിൽ നമ്മൾ ഓരോട് സംസാരിക്കണം, മെല്ലെ സംസാരിച്ച് അവർക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അയാൾ ഭയങ്കര ചിരിച്ച് കളിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ സന്തോഷമാണോ, നിങ്ങൾക്ക് സമാധാനമാണോ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ ചിരിക്കുന്നൊക്കെ പുറത്ത് ഇത്രേ ഉള്ളൂ, ഞങ്ങളുടെ ഉള്ളിൽ തീയാണ്. ഞങ്ങൾക്ക് ജീവിതം ഇങ്ങനെ ഒന്നല്ലായിരുന്നു, ആർട്ടിക്കിൾ 370 മുമ്പ് ഇങ്ങനെ ഒന്നല്ലായിരുന്നു ജീവിതം, അതിന് ശേഷം ജീവിതമാകെ മാറി. ഒരിങ്ങനെ പരാതി ബോധിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മളിങ്ങനെ ഇത്ര കാശ്മീരി സേഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം ഒരു മുഖം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റെസ്പോൺസിബിൾ ട്രാവലറും കൂടിയാണോ. നമ്മളിങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്യുക, മല കാണുക, കാട് കാണുക. അതിന് പുസ്തകമൊന്നും പഠിക്കണ്ടല്ലോ, അതിന് സർക്കിട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇതിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് നമ്മളൊരു മൂലക്കാക്കും. ഇങ്ങനെ കുറേ കാടും മലയും കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഇങ്ങനെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യും. നമ്മൾ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ണുറന്ന് യാത്ര ചെയ്യണം. കണ്ണുറന്ന് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഇതൊക്കെ പെടുന്നതാണ് എനിക്ക് തോന്നി. നമ്മൾ മൊത്തത്തിൽ യാത്ര അത്ര ഭയങ്കര ട്രെൻഡായതിനു ശേഷം അതിൽ യാത്രയെ തന്നെ നമ്മൾ റെസ്പോൺസിബിൾ ട്രാവലർ എന്നുള്ളൊരു ഏരിയയും കൂടി ഉണ്ടല്ലോ, അതും കൂടിയും കവർ ചെയ്താന്ന് തോന്നുന്നു. ലൈക്ക് നമ്മളെങ്ങനെയാണ് ഒരാൾ റെസ്പോൺസിബിളി ട്രാവൽ ചെയ്യേണ്ടത്, നമ്മൾ എത്തിക്കലി എങ്ങനെ ഒരാൾ യാത്ര ചെയ്യേണ്ടത്, യാത്ര ചെയ്യുമ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ആ സ്ഥലത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നതാണ് ഒരു ബേസിക് ഐഡിയ. അപ്പോൾ ഈ ഡാർക്ക് ടൂറിസത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താണ് സാധാരണ ഇങ്ങനെ ഞാൻ ഇപ്പോൾ അടുത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ ഹോളോകാസ്റ്റിനെ കുറിച്ച് പറയും. ഹോളോകോസ്റ്റ് നടന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഓസ്ട്രിയ, ഓസ്വിറ്റ്സ് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അവിടെ അതൊക്കെ ഇപ്പോൾ മ്യൂസിയമാണ്, ഹോളോകോസ്റ്റ് മ്യൂസിയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ആളുകളെടുത്ത സെൽഫികളെ മാത്രം കമ്പൈൽ ചെയ്തുകൊണ്ടുള്ളൊരു വെബ്സൈറ്റാണ് യോളോകോസ്റ്റ് എന്ന് പറയുന്നത്. യോളോകോസ്റ്റ്. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ആളുകൾ ഈ മോണ്യുമെൻറ്റ്സിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരാൾ ഈ മോണ്യുമെൻറ്റ്സിനെ പോയിട്ട് അവിടുന്ന് ചാടിയിട്ട് സെൽഫി എടുക്കുക, എന്നിട്ട് ജമ്പിങ് ഓൺ ദി ഡെഡ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ്. അപ്പോൾ ഈ യോളോകോസ്റ്റ് എന്ന സൈറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതൊക്കെ കമ്പയർ ചെയ്യും. അതിലുള്ള ലൈക്സ്, അതിൽ വന്ന ഹാഷ്ടാഗ്സ്, അതിന് വന്ന ഷെയറുകൾ, അങ്ങനെ വന്ന പോസ്റ്റുകൾ, ആ കമൻറ്റുകളൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്ത് അത് ഏകദേശം 2.5 മില്യൺ ആളുകൾ അതിലേക്ക് ട്രാഫിക് വന്നു. ആ വെബ്സൈറ്റിൻ്റെ ഐഡിയ അതായിരുന്നു. അതായത് ആളുകൾ ഡാർക്ക് ടൂറിസത്തിനെ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ട്രാവലിംഗ് ഉണ്ടല്ലോ അത് പ്രൊമോട്ട് ചെയ്യുക. യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു മോണ്യുമെൻ്റ് ആണ്, ഈ മോണ്യുമെൻ്റ് എന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ പിന്നൊരു വലിയ ക്രൂരതയുടെ ചരിത്രം ഉണ്ടല്ലോ, അതിനെ അക്നോളജ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാൻ പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ദുരന്തം നടന്ന വയനാട് ലാൻഡ് സ്ലൈഡ് നടന്നോടത്ത് അപ്പോൾ ഭയങ്കര ടൂറിസ്റ്റ് സ്പോട്ടായി എന്ന് പറയുന്നില്ലേ. അപ്പോൾ അതായത് അതിനെക്കുറിച്ച് ആളുകൾക്ക് അവബോധം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനപ്പുറം അതെന്തോ ഒരു ടൂറിസ്റ്റ് പ്ലേസ്, അവിടെ എന്തോ സെൽഫി എടുക്കുക, അതിലെന്തോ കാണുക, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ ടൂറിസത്തിൻ്റെ ഒരു മൊത്തം എത്തിക്സിനെ തന്നെ ചോദ്യം ചെയ്യുന്ന കോലത്തിൽ ഇതിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട്. അതായത് ഈ പൊതുവേ ആൾക്കാർ ടൂർ പോകരുത് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഡേഞ്ചർ ആണെന്ന് പറയുന്ന സ്ഥലങ്ങൾ, അത് എക്സ്പോസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു ചങ്ങായിണ്ട്, ഒരു പേര് പറഞ്ഞു, അവന് എന്താ പണിയെന്ന് വെച്ചാൽ ഓൻ അഫ്ഗാനിസ്ഥാനിലാണ്. അഫ്ഗാനിസ്ഥാനിൽ എന്താ പണിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ന്യൂസ് പറയാണ്, അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനൊരു ലോ വന്നിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ പുതിയൊരു ലോ ഇങ്ങനെയാണ് പറയുന്നത്. തമ്മിലൊക്കെ ഉണ്ടാവുമല്ലോ, അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഒരു പുതിയ ഇംപ്ലിമെൻറ്റേഷൻ വന്നിട്ടുണ്ട്, ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഓൻ്റെ പണി എന്താ വെച്ചാൽ അവൻ രാവിലെ ഇറങ്ങിയിട്ട് ഓന് അഫ്ഗാനിസ്ഥാനിൽ ഇത് അങ്ങനെയൊക്കെയാണ്, രാവിലെ ടാക്സിയിൽ ഇങ്ങനെ പോകുമ്പോൾ പുറത്തേക്ക് കാണിച്ചിട്ട് പറയും, ഇതാ പെണ്ണുങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, എല്ലാവരും പുറത്തുണ്ട്, എല്ലാവരും ചായ കുടിക്കുന്നുണ്ട്, വളരെ കൂളാണ്.
ഇതിങ്ങനെ എക്സ്പോസ് ചെയ്യുക, നല്ല രസം അത് കാണാൻ. ഒരാൾ ന്യൂസ് ഇങ്ങനെ വരും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ആ ന്യൂസിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ വശം മാത്രമായിരിക്കും സത്യം ഉണ്ടാവുക. ഇപ്പോൾ ലോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിൻ്റെ എന്തെങ്കിലും ഒരു ബന്ധപ്പെട്ടൊരു നിയമമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് മൊത്തത്തിലാണ് ന്യൂസ് വരിക. അപ്പം നമ്മളൊക്കെ കാണുമ്പോൾ അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഏറ്റവും കാമായിട്ടുള്ള ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അങ്ങനെ ഡെയിലി ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സിസ്റ്റം. ഞാൻ ഇപ്പോൾ ഇന്നലെ ഈ സിറിയയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ലോഡ് ന്യൂസാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ള കോണ്ടന്റുകൾ, പേടിപ്പെടുത്തുന്ന കണ്ടന്റുകൾ, പിന്നെ എന്താ പറയുക അവിടുത്തെ കഥകൾ. ഇപ്പോൾ കഥകൾ തുടങ്ങിയിട്ടുള്ളൂ, ഇനിയൊരു നൂറ്റാണ്ട് പറയാനുള്ള കഥ ഉണ്ടാവും അവിടെ. കുറേ വർഷങ്ങളോളം അവിടെ അടിച്ചമർത്തപ്പെട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒക്കെ കഥകൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ ശ്രദ്ധിച്ച് അവിടുത്തെ വീഡിയോസിൻ്റെ ചാനലുകളൊക്കെ ഔട്ടായി. മീൻസ് ഇത്രയും കാലം പിടിച്ചു വെച്ച ചാനലുകളൊക്കെ ഇപ്പോൾ സ്വാതന്ത്ര്യം നേടി. എല്ലാവരും നല്ല കണ്ടന്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും നല്ല വീഡിയോ ഔട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനത്തെ ഒരു മീഡിയ ചാനൽ അറബിക്കിൽ സംസാരിക്കുന്ന നല്ല എന്താ രസം, ഭയങ്കര കണ്ടന്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ രാജ്യങ്ങളെ കുറിച്ചാണല്ലോ ഇങ്ങനെ ആലോചിക്കുന്നത്. സിറിയത്തെ കണ്ടന്റുകൾ ആലോചിച്ച് നോക്കി. അവിടെ ഇത്രയും കാലം ഒരാൾക്കൊരു സ്വാതന്ത്ര്യമില്ല, ഓൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രമാണ് പുറത്ത് പോയിക്കൊണ്ടിരുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഈ ഒരു സീസർ എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു, സിറിയയായിട്ട് ബന്ധപ്പെട്ടൊരു കേസ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ 10 എത്ര വർഷം മുമ്പ് എന്ത് ചെയ്തു, ഈ പ്രിസണിൽ വർക്ക് ചെയ്ത്, ഈ ബഷാർ അൽ അസദിൻ്റെ പ്രിസണിൽ വർക്ക് ചെയ്തിട്ട് അവിടെ ഫോട്ടോഗ്രാഫറാണ്, മിലിറ്ററി ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തിയുടെ ഒരു പണിയാണ്. അതായത് അവിടെ നടക്കുന്ന എല്ലാ പീഡനങ്ങളും വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, റെക്കോർഡ് ചെയ്യുക, ആർക്കൈവ് ചെയ്യുക, അതാണ് പണി, ഡോക്യുമെൻ്റ് ചെയ്യുന്ന പണിയാണ്. മൂപ്പർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത്രയും വർഷം മൂപ്പർ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് മൂപ്പർ എന്ത് ചെയ്തു, അവിടെ നിന്ന് മെല്ലെ രക്ഷപ്പെട്ടിട്ട് ഫുൾ ഡോക്യുമെൻ്റ് ആയിട്ട് പുറത്ത് രാജ്യത്ത് പോയിട്ട് UN ഇത് കേസാക്കുന്നുണ്ട്. പക്ഷെ മൂപ്പർ ഐഡന്റിറ്റി മൂപ്പർ വെളിപ്പെടുത്തിയില്ല. അപ്പോഴും സീസർ എന്നാണ് മൂപ്പരുടെ പേര്, സീസർ എന്നല്ല, പക്ഷെ മൂപ്പര് കോഡ് നെയിമാണ് സീസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മൂപ്പർ ഇത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. സീസറിൻ്റെ ഫോട്ടോസ് പറഞ്ഞിട്ട് ഭയങ്കര ട്രെൻഡായിരുന്നു അന്ന് ഇറങ്ങിയ സമയത്ത്. അപ്പോൾ എത്ര 500 അങ്ങനെ എന്തോ ഒരു സംതിങ് ഫോട്ടോസ് മൂപ്പർ ലീക്ക് ചെയ്യുന്നത് പോലെ. അത് അത്രയും കോൺഫിഡൻഷ്യൽ ആണല്ലോ. അപ്പോൾ ഇത് അമേരിക്കൊക്കെ കിട്ടുന്നത് തോന്നുന്നുണ്ട്, CA അങ്ങനെ എന്തോ. ഓലെ സംബന്ധിച്ചിടത്തോളം UK ആണോ അമേരിക്ക ആണോ എന്തായാലും ഓൾക്ക് ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ ആണിത്, ഇത് എക്സ്പോസ് ചെയ്യുക, ഇത് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അന്ന് ഇപ്പോൾ യൂട്യൂബിലൊക്കെ കിട്ടും അതിൻ്റെ ഈ വിഷ്വൽസ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ജനസൈഡ് മസാക്കർ നമ്മളിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. സിറിയ അത്രയും ഭീകരമായിട്ടുള്ള ചിത്രങ്ങളാണ്. ഇത് ഒരുപാട് ആൾക്കാരുടെ ശ്രമമാണ്, അവിടെ ഉള്ള ഒരുപാട് ആൾക്കാരെ. ഇനി ഒരുപാട് ആൾക്കാർ ഇനി ഈ പറഞ്ഞ പോലെ മറ്റ് സ്ഥലങ്ങളിൽ പോകുന്ന പോലെ സിറിയക്കും പോകും. അതിനകത്ത് അടയാളങ്ങൾ അവിടെ ഉണ്ട്, ജയിലുകൾ, അതേപോലെ ഇങ്ങനെയാണല്ലോ ഈ കുഴി ഉണ്ടാക്കുക, അതിലേക്ക് ഇടുക, കുഴിച്ചു മൂടുക, ചുട്ട് കരിക്കുക, അതൊക്കെ തന്നെയാണ് അവിടുത്തെ ഭരണാധികാരികൾ. ഇനി എത്ര ആൾ അവിടേക്ക് പോകുന്നുള്ളത്. അതായത് സിറിയക്ക് പോകാന്ന് പറയുന്നത് ഒരു സ്പോട്ടായിട്ട് മാറും. ഇനി അവിടെയൊക്കെ കാണാൻ പോവുക, മീൻസ് അവിടെ നടന്നത് എന്തൊക്കെയാന്നുള്ളത് അറിയാൻ പോവുക. ഇപ്പം റെസ്പോൺസിബിൾ ട്രാവലിനെ പറ്റി പറഞ്ഞില്ലേ, ഇപ്പം നമ്മളിടയിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ഇതായിട്ടുള്ളതുകൊണ്ട് ആൾക്കാർ ഒരു സ്ഥലത്ത് പോവുക, അവിടെയുള്ള ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ റീൽ ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെ ഉള്ള. ഇപ്പം നമ്മളാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറം എന്തെങ്കിലും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഞാൻ ആ സ്ഥലത്തിനായിട്ട് അപ്പുറത്ത് നമ്മൾ ആരെ കൂടെ ട്രാവൽ ചെയ്യുന്നു എന്നാണ് ഞാൻ ആലോചിക്കൽ. നമ്മൾ ലാസ്റ്റ് ഞാൻ മസൂരി നമ്മൾ പോയി. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഞാൻ ഓരോയിട്ട് കൂടുതൽ അടുക്കുക ചെയ്തിരിക്കും. അപ്പോൾ ഇത് ഞാൻ വലിയൊരു കൺസേൺ ആയിട്ട് എടുക്കില്ല, ഇപ്പം ആരുടെ കൂടെ യാത്ര ചെയ്യുന്നുള്ളത്. അപ്പോൾ എനിക്ക് സ്ഥലങ്ങൾക്കായിട്ട് അപ്പുറം ഇതാണ്. അപ്പം ഇങ്ങനെ വെറുതെ സ്ഥലം കാണുക, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇപ്പോൾ എന്താണ് ഇതിനെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? ഇപ്പം ആരുടെ കൂടെ പോവാന്ന് പറയുന്നത് ഭയങ്കര ഇറ്റ്സ് നോട്ട് അബൌട്ട് വേർ യു ഗോ, ഇറ്റ്സ് അബൌട്ട് ഹൂം യു ഗോ വിത്ത്. ഇതാണ് എനിക്ക് ജസ്റ്റ് കശ്മീർ വെച്ചിട്ട് തന്നെ പറയാം. അതിൽ തന്നെ ഗുറേസ് വാലി മാത്രം എടുക്കുക. ഗുറേസ് വാലിക്ക് ഞാൻ ഫസ്റ്റ് ഞാൻ പോകുന്നത് ഒരു വല്യപ്പാൻ്റെ കൂടെയാണ്. സെക്കൻഡ് ഞാൻ എങ്ങനെ ഒറ്റക്കാ പോകുന്നതാണ്, അല്ല സെക്കൻഡ് ഞാൻ കൂട്ടത്തിലാണ് പോകുന്നത്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത്. തേർഡ് ഞാൻ ഫാമിലിൻ്റെ കൂടെ പോകുന്നു. ഫസ്റ്റ് ഞാൻ പോയത് ഒറ്റയ്ക്കായിരുന്നു. അത് ശ്രീനഗറിൽ വരെ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഗുറേസ് പോകണം. ഗുറേസ് പോകണമെങ്കിൽ സ്കൂട്ടർ വാടക എടുത്തിട്ട് പോവാം, അതാണ് ഒരു ഓപ്ഷൻ. അപ്പോൾ സ്കൂട്ടർ വാടക എടുക്കാൻ 1500 പ്ലസ് എണ്ണ 500, 1000 അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മൊത്തം ഒരു 14,000 റുപ്യ ചിലവ് വരും. അപ്പോൾ സ്കൂട്ടറിൽ ബാക്കിൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് പകുതി പൈസ കുറയുമല്ലോ. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഡോർമെട്രിയിൽ എന്ത് ചെയ്തു, ഒരു വയസ്സായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, ഏകദേശം മലയാളി.
അപ്പോൾ വയസ്സായിട്ടുള്ള ഒരാളാണ്, അതായത് നമ്മളെ ഉപ്പാനെക്കാട്ടിയും പ്രായം ഉണ്ടാവും. അപ്പം നമുക്കങ്ങനെ ഒരു അത്ര, അതായത് എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ കെട്ടിച്ചിട്ട് അങ്ങനെ ഒരു എല്ലാ ബാധ്യതകളും തീർന്നിട്ട് ഒരാൾ യാത്ര ചെയ്യാൻ പോകുന്നൊരു ടൈപ്പ് ഓഫ് അങ്ങനെ ഒരു ഏജിലുള്ള ഒരാളാണ്. അപ്പോൾ എന്താണ് മൂപ്പരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ പോരാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ സെറ്റാണ്. ഞങ്ങൾ ഗുറേസിക്ക് പോയി. ഗുറേസിക്ക് ഞങ്ങളൊരു സുബി സ്കരിച്ചിട്ട് രാവിലെ പോകുന്നു, ബൈക്ക് എടുത്തിട്ട് സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പോൾ സ്കൂട്ടറിൽ ഗുറേസ് എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചുരം കയറി മൊത്തം കശ്മീരിൻ്റെ ടെറൈൻ മാറിയിട്ട് പുതിയൊരു ടെറൈനിലേക്ക് പോവാണ്. നമ്മൾ സാധാരണ പറയും കശ്മീർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഇന്ത്യക്കാർക്ക് കാണാൻ കഴിയുന്നതിൻ്റെ ഭംഗിയുടെ വളരെ തുച്ഛം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം കശ്മീരിൻ്റെ ഭംഗി കാണണമെങ്കിൽ നിങ്ങൾ POKക്ക് പോകണം, പാകിസ്ഥാനിലേക്ക് പോകണം. അവിടെയുള്ള കശ്മീരാണ് ഭയങ്കര. എന്നാൽ ആ കശ്മീരിൻ്റെ കുറച്ചെങ്കിലും അടരുകളൊക്കെ ആ ടെറൈനൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഗുറേസ് വാലി. അപ്പോൾ ഗുറേസ് വാലിക്ക് ഇങ്ങനെ പോകണേ, ചുരം കയറി ഊരൊക്കെ വേദനിക്കാൻ തുടങ്ങി. സ്കൂട്ടറാണ്, ലോക്കൽ സ്കൂട്ടറാണ്, നല്ല ലോക്കൽ റോഡാണ്, കുത്തി കുലിക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമാണ്, ഫുൾ ചുരമാണ്. അപ്പോൾ നമ്മൾ പൗതിയൊക്കെ എത്തിയപ്പോൾ നമ്മളാകെ ക്ഷീണിച്ച് ഊരൊക്കെ ഇങ്ങനെ ജ്യൂസ് സൂപ്പാവാനായി. അപ്പോൾ എനിക്കെത്ര വേദന ഉണ്ടാവും, അപ്പോൾ അതിനെക്കാട്ടും വയസ്സുള്ള ഒരു മനുഷ്യന് എത്ര വേദന ഉണ്ടാവും. അപ്പോൾ മൂപ്പരുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, എനിക്ക് അതിനെക്കാട്ടി ഇടങ്ങാറുണ്ട്. പക്ഷെ മൂപ്പര് കുറച്ച് കഴിഞ്ഞപ്പോൾ റൂഡാവാൻ തുടങ്ങി. അത്രയും നേരം ഞാൻ മോനായിരുന്നു, മോനെ എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോഡ്കാസ്റ്റ് പറയുന്നില്ല തെറി വിളിക്കാൻ തുടങ്ങി മൂപ്പര്. അപ്പോൾ കുറച്ച് സീനായി. ഞാൻ ആദ്യം ക്ഷമിച്ച് കുറച്ച് വാപ്പനെക്കാട്ടി പ്രായം ഉണ്ടല്ലോ, നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ഇത് വേണ്ടേ. എനിക്ക് അവസാനം മടുത്ത് തിരിച്ചു പോയാലോ എന്നുള്ള മൈൻഡായി. അതായത് ഗുറേസ് എത്തിയിട്ട് പോലും ഇല്ല, ഗുറേസ് വാലി എത്തിയില്ല. അതിൻ്റെ മുമ്പ് എൻ്റെ മൂടാകെ ഖറാബായി. എന്നിട്ട് എങ്ങനൊക്കോ അന്ന് രാവിലെ ഇറങ്ങി ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ, അന്നൊരു വെള്ളിയാഴ്ചയാണ്, അന്ന് ജുമൊക്കെ കൂടി എങ്ങനെയൊക്കെ ഞങ്ങൾ ഗുറേസ് എത്തിയെടുക്കാം. ഗുറേസ് എത്തിയപ്പോൾ മൂപ്പര് ക്ഷണിച്ച് കിടന്ന്, അത് മൂപ്പര് അവിടെ കിടക്കണ വരെ എനിക്കൊരു സമാധാനമില്ലേ. കിടന്ന ഇന്നിൻ്റെ ശേഷം ഞാൻ ബൈക്ക് എടുത്തിട്ട് കുറച്ച് കറങ്ങി. പക്ഷെ എനിക്ക് ആകെ മൂടായി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേസ്റ്റ് ട്രിപ്പാണത്. അതായത് സംഗതി എവിടേക്കാണ് പോകുന്നത്, ഗുറേസ് വാലിക്കാണ് പോകുന്നത്. പക്ഷേ ആകെ മൂടായി. അതിന് ശേഷം ഞാൻ കുറച്ച് മാസം കഴിഞ്ഞിട്ടാണ് കൂട്ടുകാരപ്പം അതേ സ്ഥലം പോകുന്നത്. അപ്പോൾ ഞാൻ ആ സ്ഥലം എത്തിയപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. ഇങ്ങോട്ടാണല്ലോ ഞാൻ കുറച്ച് മാസം മുമ്പ് വന്നത്, ഇതെന്ത് രസമുള്ള സ്ഥലമാണ്. അന്ന് നമ്മൾ ആകെ ഒറ്റ സ്ഥലത്തേ നിന്നുള്ളൂ. കാരണം നമ്മൾ ഷെയർ ടാക്സി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വയ്യാ പോകുന്നത്. അപ്പോൾ നമുക്ക് അത്ര മൊബിലിറ്റി ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടുകാരുടെ കൂടെ കാർ റെൻ്റ് എടുത്തിട്ടായിരുന്നു. അന്ന് ഞങ്ങൾ പോകാൻ പറ്റുന്ന എല്ലാ ഇടങ്ങളും അവിടെ റോഡ് കാണുന്നു മാപ്പിൽ, അങ്ങോട്ട് പോയി നോക്കിയാലോ ആ മൂടാണ്, പുറക്കാരൊക്കെ ആ മൂട്, അങ്ങോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ അന്ന് ഞാൻ കണ്ടത് ഗുറേസിൻ്റെ വേറെ ടൈപ്പ് ഓഫ് ബ്യൂട്ടിയാണ്. അപ്പം എനിക്ക് പറഞ്ഞത് അപ്പോഴാണ് ഈ സാധനം തിരിഞ്ഞത്. നമ്മളൊരു സ്ഥലം കാണുക, ആൾക്കാരോട് ഇടപെടുക എന്നുള്ളതല്ല, നമ്മൾ ആരെ കൂടെ പോകുന്നു എന്നുള്ളത് അതിനെക്കാട്ടിയും വലിയ കൺസേൺ ആണ്. നമ്മൾ ഏറ്റവും നല്ല ട്രാവൽ കമ്പാനിയൻസിൽ ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്യുമ്പോഴൊരു പ്രശ്നമുണ്ട്. ഞാൻ ചൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ലേന്ന്. യാത്ര ചെയ്ത് ഇങ്ങനെ പൗതി എത്തിയപ്പോഴാണ് ആളുകളുടെ തനിനിറം ഇങ്ങനെ തിരിഞ്ഞ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പോയത് എല്ലാവരും കൂടി മസൂരിക്കല്ലേ, ഉത്തരാഖണ്ഡിൽ. അപ്പോൾ അന്ന് നമ്മൾ ട്രാവൽ ചെയ്തിരുന്ന ഒപ്പമുള്ള ആൾക്കാരൊന്നും എനിക്ക് അത്ര ഇൻറ്റിമേറ്റ് ബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷെ ആ യാത്ര ഇങ്ങനെ പൗതി എത്തി കഴിയാനൊക്കെ ആയപ്പോൾ അതിലുള്ള എല്ലാവരും നമുക്ക് എന്തോ ഒരു ടൈപ്പ് ഓഫ് അടുപ്പം വന്നല്ലോ. അപ്പോൾ യാത്രക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഈ ഇതിലുണ്ട്, ഇസ്ലാമിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട്, പണ്ഡിതന്മാരൊക്കെ എപ്പോഴും പറയുന്ന സാധനമാണ് വഹ്ദർ മൻ തുസാഹിബ്. അതായത് ശരിക്കും യാത്രക്ക് വേണ്ടി അതായത് നിങ്ങൾ സാഹിബാക്കുന്ന ആളെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ആരാണ് എടുക്കുന്നത് അത് കുറച്ച് ശ്രദ്ധിച്ചെടുക്കുക എന്ന് പറയും. അപ്പം അത് യാത്രക്കല്ല, ജീവിതത്തിൽ തന്നെ നമ്മളാരാണോ നമ്മളെ കൂടെ കൂട്ടുന്നത് സൂക്ഷിച്ച് കൂടെ കൂട്ടുക എന്ന് പറയും. യാത്ര അങ്ങനെ തന്നെ. അല്ല, ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ രണ്ട് വഴിയാണ്, യാത്ര ചെയ്യാനും. ഇത് ഭയങ്കര സാധനം ഈ കൂട്ടുകാരെ സ്വീകരിക്കാന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് വേറെ സാധനം തോന്നി. അതായത് യാത്ര ഉള്ള ബേസിക് ഐഡിയനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോൾ അടുത്തൊരു പുസ്തകം വായിച്ചു, യുവാൽ നോഹ ഹരാരിൻ്റെ സാപ്പിയൻസ്. കുറച്ച് മുമ്പ് വായിച്ചിരുന്നു, ഇപ്പോൾ ഒന്നുകൂടി റീഡ് ചെയ്ത്. അങ്ങനെ ഹരാരിൻ്റെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഐഡിയ ഉണ്ട്, ഫിക്ഷണൽ റിയാലിറ്റി എന്ന് പറയുന്ന ഐഡിയ ആണ്. അപ്പോൾ ഫിക്ഷണൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഇമാജിൻ ചെയ്ത സാധനങ്ങൾ മനുഷ്യന്മാർക്ക് ഹോമോസാപ്പിയൻസിന് മാത്രം ആണ് ഇങ്ങനെ ഇമാജിൻ ചെയ്യാനുള്ള കഴിവുള്ളത്. ആ ഇമാജിൻ ചെയ്തതിൻ്റെ പുറത്ത് ജീവിക്കാനും കഴിയുന്ന ആകെ ആളുകൾ മനുഷ്യന്മാരാണ്. അതുകൊണ്ടാണ് മനുഷ്യന്മാർ ഭൂമിയിലെ ഏറ്റവും പവർഫുൾ സ്പീഷീസായി
ആയിട്ട് മാറിയത് അക്കോർഡിംഗ് ടു യുവാൽ നോഹ ഹരാരി. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളാണോ ഭൂമിയിലെ ഏറ്റവും ശക്തരായിട്ടുള്ള സ്പീഷീസ്? അല്ല, നമ്മളെ കാട്ടി അടിപൊളിയായിട്ട് ആനുണ്ട്. ഇപ്പോൾ മൂപ്പര് പറയുന്ന ഉദാഹരണമാണ് ഈ ചിമ്പാൻസികളുണ്ട്. ഇപ്പോൾ ഞാനും ഒരു ചിമ്പാൻസിയും ഒരു ഐലൻഡിൽ അകപ്പെട്ട് വിചാരിക്കുക, അവിടെ ആരാ സർവൈവ് ചെയ്യുക? ചിമ്പാൻസി ആയിരിക്കും. അപ്പം നമ്മളൊരു 10 ആള്, ഒരു 10 ചിമ്പാൻസി, ഒരു 10 ആള് 10 ആളും 10 ചിമ്പാൻസിയും ഒരു സർവൈവലിന് വേണ്ടിയിട്ട് ഏറ്റുമുട്ടണി അവിടെ ആരായിക്കുക? 10 ചിമ്പാൻസിനെ ആയിരിക്കും ജയിക്കുക. പക്ഷെ ഒരു 10,000 ആളും 10,000 ചിമ്പാൻസിയാണ് ഏറ്റുമുട്ടുന്ന സർവൈവലിനാണെങ്കിൽ അവിടെ ജയിക്കുക മനുഷ്യന്മാരായിരിക്കും. കാരണം മനുഷ്യന്മാർക്ക് ഓർഗനൈസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്, അത് മറ്റ് ജീവികൾക്കില്ല. ഉണ്ടെങ്കിലും ഇപ്പോൾ ഫോക്സ് ഉണ്ട്, എലിഫൻസ് ഉണ്ട്, ഇവരൊക്കെ പാക്കായിട്ട് തന്നെ ജീവിക്കുക. പക്ഷെ അവർക്ക് ആ ഗ്രൂപ്പിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അതിൻ്റെ അപ്പുറം പക്ഷെ മനുഷ്യന്മാർക്ക് 1000-ങ്ങളോ 10,000-ങ്ങളോ ലക്ഷങ്ങളോ കോടികളോ ആയിട്ടൊക്കെ ജീവിക്കാൻ കഴിയും. ഈ ജീവിക്കുന്നതിൻ്റെ ഐഡിയ എന്താ? ഒരു ഫിക്ഷണൽ റിയാലിറ്റിയുടെ പുറത്താണ് ജീവിക്കുന്നത്, ഒരു ഇമാജിനറി ഐഡിയക്ക് പുറത്താണ് ജീവിക്കുന്നത്. ഇപ്പോൾ ആളുകൾ മതം ഒരു ഫിക്ഷണൽ റിയാലിറ്റി ആണെന്നാണ് യുവാൽ നോഹ ഹരാരി പറയുന്നത്. ആ മതം എന്നുള്ള കൺസെപ്റ്റിൻ്റെ കീഴിൽ എത്രയോ ആളുകളൊപ്പം സഹകരിച്ച് ജീവിക്കുന്നു. എന്നാൽ പൈസ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ചിമ്പാൻസികൾ ഒരു പഴം കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു തേങ്ങ വാങ്ങും. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ പൈസ കൊടുക്കുകയാണ്. ലൈക്ക് പൈസ എന്നുള്ളത് പേപ്പറാണ്. ആ പേപ്പറിന് എന്താ വാല്യൂ? അതായത് നമ്മളെല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചല്ലേ ഈ പേപ്പറിന് 500 റുപ്യേൻ്റെ വാല്യൂ ഉണ്ട്, 500 റുപ്യ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഈ പേപ്പറിന് 10 റുപ്യ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഉണ്ട് എന്ന് നമ്മളെല്ലാവരും തീരുമാനിച്ചതിൻ്റെ പുറത്താണ്, അങ്ങനെ ഒരു ഫിക്ഷണൽ റിയാലിറ്റിക്ക് പുറത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നാഷൻ എന്ന് പറയുന്നത്, രാജ്യം എന്ന് പറയുന്നത് ഒരു ഐഡിയ ആണ്. ഈ ഫിക്ഷണൽ ശരിക്കും ഇന്ത്യ ഉണ്ടോ? ഇന്ത്യ എന്താ? ബോർഡേഴ്സ് എന്താ? ഇന്ത്യ എന്താ? ഏഷ്യ എന്താ? ഇതൊക്കെ ഓരോ ഫിക്ഷണൽ റിയാലിറ്റീസാണ്. ഇങ്ങനെ ഈ ഫിക്ഷണൽ റിയാലിറ്റിക്ക് പുറത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ. ഒരു സെൻസ് പറഞ്ഞാൽ യാത്ര എന്ന് പറയുന്നതും ഈ കാലത്തെ ഫിക്ഷണൽ റിയാലിറ്റിയാണ്, ഒരു റൊമാൻറ്റിസൈസിങ് മാത്രമാണെന്നാണ് യുവാൽ നോഹ ഹരാരി പറയുന്നത്. അതായത് പണ്ട് ബാബിലോണിലുള്ളൊരു രാജാവ് ഒരിക്കലും ഏതെങ്കിലും ഇന്ത്യയിലേക്കോ ഒന്നും പോകുന്നില്ല. അപ്പോൾ മമ്മി പണിയുന്ന ഒരു അവിടുത്തെ ഈജിപ്തിലെ രാജാവ് ഭാര്യയ്ക്കൊരു ദിവസം സങ്കടം വന്നു. അപ്പോൾ ഭാര്യയ്ക്ക് സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ബാലിക്ക ദ്വീപ് പോവില്ല. ഒരു ചിമ്പാൻസി അപ്പുറത്തെ ചിമ്പാൻസി ബാൻഡിൻ്റെ അടുത്തേക്ക് പോവില്ല, കാരണം അവരുടെ ജീവിതം അവിടെ ഇറ്റ് സെൽഫാണ്. എന്നാൽ ഈ പുതിയ കാലത്താണ് നമുക്ക് പുതിയ നഗരങ്ങൾ കണ്ടാലാണ് പെർസ്പെക്റ്റീവ് തുറക്കുക, പുതിയ സ്ഥലങ്ങൾ കണ്ടാലാണ് നമുക്ക് വളരാൻ കഴിയുക, നമ്മളെ കണ്ണിന് തുറവി ലഭിക്കുക. അതൊക്കെ വെറും ഫിക്ഷണൽ റിയാലിറ്റിയാണ്, നമ്മളെ ഒരു ക്യാപിറ്റലിസ്റ്റ് കൺസ്യൂമറിസം ഐഡിയയിൽ നിന്ന് വരുന്നതാണ് എന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ എക്സിസ്റ്റൻഷ്യൽ ചോദ്യമാണ്. യാത്രയൊക്കെ വെറും ഉടായിപ്പാണ്. അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ യാത്ര പ്രശ്നമാണോ എന്താ പറയാ? അല്ല, മുമ്പൊക്കെ മുമ്പ് ഭയങ്കര ലിമിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പം യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ കടൽ യാത്രകളാണല്ലോ. അപ്പോൾ ഇവർക്ക് കുറേ ദിവസങ്ങളോളം എടുക്കും ട്രാവൽ ചെയ്യാൻ. പക്ഷെ ഇപ്പം മുമ്പ് അതായിരുന്നു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചുകൂടി ഈ സെക്യൂരിറ്റി ഇതൊക്കെ ആണല്ലോ. എന്നുവെച്ചാൽ ഒരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ പാസ്പോർട്ട്, വിസ, മറ്റേത് ഇത് പറഞ്ഞിട്ട് കുറേ സാധനം ഉണ്ടല്ലോ. അപ്പം ഞാൻ മനസ്സിലാക്കി ഇപ്പം എന്നാലും കുറച്ചുകൂടി ആൾക്കാർ ടൂറിസം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ മുമ്പൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇപ്പം നമ്മൾ പറയുക നേഷൻ സ്റ്റേറ്റിൻ്റെ ഭയങ്കര അതിർത്തികളിൽ ഭയങ്കര കുടുങ്ങി കിടക്കുന്നതാണ് ഈ ഇപ്പോൾ ആൾക്കാർ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ ടൂറിസത്തിന് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇപ്പം നമ്മളെ നാട്ടിലെല്ലാം ഇപ്പം നമ്മളെ നാട്ടിൽ ടൂറിസത്തിന് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളെ നാട്ടിലൊരു പൊളിഞ്ഞ പാലുണ്ടെങ്കിൽ ആ പാലത്തിന് ടൂറിസത്തിന് വേണ്ടി മാറ്റി വെക്കുക, അല്ലെ അതിന് വേണ്ടി ഉപകാരപ്പെടുത്തുക, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് ആളുകൾ ഇപ്പം കൂടുതൽ യാത്ര ചെയ്യാൻ തുടങ്ങിക്കുന്നല്ല. അപ്പം ആൾക്കാർ ചിന്തകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം എനിക്ക് പറഞ്ഞത് എന്താണ്, ഈ ആൾക്കാർക്ക് ഒരു ഐഡിയാസ് ഒക്കെ കിട്ടാൻ ഏത് സ്ഥലം എടുത്ത് നോക്കിയാലും രാജ്യത്തിന്റെ കോറായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടി ആയിരിക്കും. ഇസ്താംബുൾ ആയിക്കോട്ടെ, ദുബായ് ആയിക്കോട്ടെ, പാരീസ്, എല്ലായിടത്തും വേറെ എന്തിനേക്കാളും അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്നു പോണ സ്ഥലമായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് നല്ല വർക്ക് ചെയ്യും. അപ്പം അതിൽ ഈ സൗദിനെ കുറിച്ച് ഞാൻ ഇപ്പോഴത്തെ ഒരു വർക്ക് ഇങ്ങനെ കണ്ടിരുന്നു.
അതായത് സൗദി ഇപ്പം എന്തിനാ ഇപ്പം സൗദിയിൽ നിയോം എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് വരുന്നുണ്ടല്ലോ. ഇപ്പം നിയോം എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ ഐഡിയ എന്താണ്? അതിന് ബില്യൺസ് ആൻഡ് മില്യൺസ് എന്തിനാണ് ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. എന്തിനാണ് ഇത്ര പൈസ ചിലവാക്കുന്നത്? അതായത് 2030 പഠനങ്ങൾ പറയുന്നത്. 2030 ഓയിലിൻ്റെ ട്രഷോൾഡ് എന്ന് പറയുന്നത്. ഓയിലിന് ആളുകൾ അത്രയും ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുന്നതിൻ്റെ ട്രഷോൾഡ് 2030. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിലല്ല ഫ്യൂച്ചർ. ഇതാരും മനസ്സിലാക്കുന്നുണ്ട്? സൗദി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സ്ഥിര വരുമാനമുള്ള നമുക്ക് വരുന്ന അങ്ങനെ സോഴ്സുള്ള ഈ ഓയിലിൽ നിന്ന് മാറിയിട്ട് നമ്മൾ പുതിയ തലങ്ങളിലേക്ക് മാറണം. അപ്പോൾ അതിൻ്റെ പാർട്ടാണ്, പ്രൊജക്റ്റായിട്ടാണ് ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൊജക്റ്റായിട്ടാണ് സ്പോർട്സിലോ ആർട്സിലോ ഇങ്ങനത്തെ ഇപ്പോൾ ആലോചിച്ചൊക്കെ സമാനിയ ഇങ്ങനത്തെ കൾച്ചറൽ സാധനങ്ങളൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നത്. സ്പോർട്സിൽ എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ്, ഗോൾഫ്, ഹോക്കി, അങ്ങനത്തെ ടൂറിസം, വിസിറ്റ് ദുബായ്. അതായത് ഈ നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ സൗദി ലീഗിന്റെ ക്ലബ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു. അതെല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. ആൾക്കാർ പറയാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇനി അത് കൂടും ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് ഈ യാത്ര എന്ന് പറയുന്നത് ഇത് പറയും. എനിക്ക് ഇതിൽ തുടക്കം ഫീൽ ചെയ്ത് ഞാൻ ഇപ്പം അടുത്ത് ഇങ്ങനെ ഒരു സാധനം വായിച്ചിന്. അതായത് ഇപ്പൊ ഈ നാഷൻ സ്റ്റേറ്റ് അതിർവരമ്പുകളൊക്കെ പറഞ്ഞില്ലേ, ആദം നബിന്റെ യാത്ര ഉണ്ടല്ലോ. ആദം നബി പറയപ്പെടുന്നത് ശ്രീലങ്കയിലാണ് എത്തിയെന്നാണ്. ശ്രീലങ്കയിൽ ആദം മലയിലാണ് ആദം നബി ഇറങ്ങിയത്. എന്നാലും ഹവ്വ ബീവി എവിടെ ഉണ്ടായിരുന്നു? അറഫ അതായത് എവിടെ ആ ഫലസ്തീൻ ഏരിയയിലാണ് ഹവ്വ ബീവി എത്തുന്നത്. അപ്പോൾ അവരുടെ കണ്ടുമുട്ടലിൻ്റെ യാത്ര ഉണ്ട്. ആലോചിച്ച് നോക്കുക, ആദം മലയിലാണ് ആദം നബി ഇറങ്ങിയത് എന്നെങ്കിൽ അവിടുന്ന് ശ്രീലങ്കന്ന് കപ്പലാ എന്തോ വഴി മാർഗം ഇന്ത്യയിലേക്ക് വന്ന് കാൽപ്പാടുണ്ട്. പറയപ്പെടുന്നു. ആ യാത്രയുടെ സങ്കല്പം ഞാൻ പറയുന്നിട്ടാ. അവിടുന്ന് ആ തമിഴ്നാട് നമ്മളെ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ കയറി വന്ന് ആ വെസ്റ്റേൺ ഗഡ്സൊക്കെ കടന്ന് അതിന് ശേഷം മരുഭൂമികൾ കടന്ന് ആ ഹിമാലയൻ പർവ്വതങ്ങൾ നടന്ന് തൻ്റെ ഇണയെ തേടി അവസാനം അവർ കണ്ടുമുട്ടുന്ന മല, ആ മലയുടെ പേരെന്താ? അറഫ. അറഫ എന്ന് പറഞ്ഞാൽ എന്താ അറിയാ. ആ തിരിച്ചറിവ് കിട്ടുന്നത് എന്താണ്? അത്രയും നീളമുള്ള യാത്രയിലാണ്. നമ്മള് യാത്രനെ കുറിച്ച് ഏഷ്യക്കാരനല്ലേ ഒരു കൺസ്ട്രക്റ്റ് ആണ് ഇവനേതാ. പിന്നെ ഞാൻ വേറൊന്ന് സാധനം പറയാൻ വെച്ചാൽ എന്ന് വെച്ചാൽ നമ്മളിപ്പം യാത്ര ചെയ്യും, നമ്മൾ കൂടുതലും മുമ്പൊക്കെ യാത്ര ചെയ്തതെന്ന് വെച്ചാൽ ജനറലിൽ ഇപ്പം നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് ജനറലിൽ ട്രാവൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് തിരിച്ച് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ജനറൽ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ പറയും ഭയങ്കര അനുഭവിക്കേണ്ട സാധനമാണ്. പക്ഷേ അതിനായിട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഇപ്പോൾ ജനറലിൽ കുറേ നേരം ഇരിക്കുക. അതുപോലെ ഈ ട്രിപ്പ് ഡൽഹി എക്സ്പീരിയൻസ് ആട്ടാ. ഇപ്പോഴത്തെ ഒരുത്തൻ തൊട്ടിലെട്ടിട്ട് വീടല്ലേ അതായത് സാധാ തൊട്ടിൽ കെട്ടിട്ട് ജനറലിൽ നിൽക്കുക, എന്നിട്ട് ഓന് തൊട്ടില് കീറിയിട്ട് വീഴത്തേക്ക്. അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ യാത്രകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മളൊരു പെർസ്പെക്റ്റീവിലാണ് നോക്കുക. ഇതൊരു പെൺകുട്ടിക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ അടുത്ത ഒരാൾ എൻ്റെ സുഹൃത്തിനോട് ഇങ്ങനെ സംസാരിച്ചപ്പം ഒരു പറഞ്ഞു ഓൾക്ക് ഭയങ്കര ഈ ജനറലിൽ ഇങ്ങനെ ആൺകുട്ടികൾ യാത്ര ചെയ്യുന്ന പോലെ യാത്ര ചെയ്യണം. പക്ഷെങ്കിൽ എന്തോ ഒരു ബാഡ് അനുഭവം ഉണ്ടായി. അപ്പോൾ അതിന് ശേഷം ഒരു തീരുമാനിക്കണം ഇങ്ങനെ ഈ ജനറൽ ഒരിക്കലും യാത്ര ചെയ്യൂല. യാത്രയൊക്കെ അടിപൊളിയാണ് എന്ന് വെച്ചാൽ എത്തിയ സ്ഥലമൊക്കെ അടിപൊളിയാണ്. പക്ഷെങ്കിൽ യാത്ര ഭയങ്കര അപ്പം ആൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് മൈൻഡിൽ വരിക. ഇതൊരു ട്രോമ പോലെ ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള യാത്രകൾ ഇപ്പോൾ പെൺകുട്ടികൾക്കുള്ള യാത്രകൾ എങ്ങനെയാണ്? ഓൾക്കിപ്പോൾ നമ്മളെ നാട്ടിൽ ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ ആൺകുട്ടികൾ അല്ലെങ്കിൽ ബോയ്സ് ഭയങ്കര ചില്ലാണ് ഇതാക്കി. പക്ഷേ എങ്കിൽ ഇപ്പം കൂടുതലും പുറത്ത് പഠിക്കാൻ പോകാത്ത അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒന്നും പഠിക്കാത്ത കുറേ പെൺകുട്ടികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഓരോന്നും ഇങ്ങനെ ഡൽഹിയിൽ അല്ലെങ്കിൽ ഡൽഹിയോ വേറെ ഏത് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ കാണുമ്പോൾ വെച്ചാൽ ഇങ്ങനെ ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയൊക്കെ പഠിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ഏത് പൂതിയൊക്കെ വെച്ച് നടക്കുന്ന അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്ന് പഠിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ കാശ്മീരും മണാലിയും അല്ലെങ്കിൽ അമൃത്സറും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം നമ്മൾ പറയുമ്പോൾ നമ്മളൊരു പെർസ്പെക്റ്റീവിലൊക്കെ അപ്പോൾ ഓൾക്ക് പെൺകുട്ടികൾ
ഓലിക്ക് കുറേ കൺസേൺസ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് നമ്മളെ നാട്ടിൽ എത്രത്തോളം ഇവിടുത്തെ സിസ്റ്റം, ഞാൻ ഇവിടുത്തെ എന്താണ് ഇവിടെ ആൾക്കാരുടെ മെൻറ്റാലിറ്റിയും ആൾക്കാരുടെ സിസ്റ്റമൊക്കെ ഇതൊക്കെ തന്നെ പറയുള്ളൂ. കാരണം വെച്ചാൽ ഇത്ര ഇപ്പവും അങ്ങനെയാണ് ആലോചിക്കുന്നത്. ഇത് ഇങ്ങനെയൊക്കെയാണ് പണ്ടേ ഉള്ള ചിന്താഗതിയാണ്. ഇപ്പവും ഒരു സ്ത്രീ ഇങ്ങനെയാണ്, സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ ഇതാക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഇപ്പവും ഇതായിട്ടുള്ളത്. നമ്മളെപ്പോഴും യാത്ര ചെയ്യുക, നമ്മൾ ഭയങ്കര ഇതാണെന്നുള്ള മെൻറ്റാലിറ്റി നിൽക്കുകയും എന്നാലും ഇങ്ങനെയുള്ള പെൺകുട്ടികൾ യാത്ര ചെയ്യുന്നതിന് എതിരെ നിൽക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളുടെ ഉള്ളതെന്നുള്ളത്. AMS പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, മെൻ്റൽ സിറ്റുവേഷൻ ഉണ്ടാവും. അതായത് നമുക്ക് പനി, ഇടങ്ങേറുകൾ, പ്രയാസങ്ങളൊക്കെ വരും. അതായത് അത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുമ്പോഴാണ് ഉണ്ടാവുക. അപ്പോൾ അത് ചിലർക്കത് വരും, പ്രയാസങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഭയങ്കര ലഡാക്ക്, സ്പിറ്റി, അങ്ങനത്തെ ഹൈ ലെവൽ ഏരിയക്ക്, ഓക്സിജൻ ലെവൽ കുറവുള്ള ഏരിയക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ബാധിക്കാൻ സാധ്യത ഉള്ളതാണ്. അത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾട്ടിറ്റ്യൂഡ് അടിയിലേക്ക് ഇറങ്ങാതെ അയാൾക്കത് മാറൂല. അപ്പോൾ അങ്ങനെ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ സാധാരണ ചെയ്യാറുള്ളത് ആ ആൾട്ടിറ്റ്യൂഡ് കവർ ചെയ്യുന്നതിൻ്റെ മുമ്പേ ഇതിനൊരു മരുന്നുണ്ട്. ആ മരുന്ന് AMSന് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പരിധി വരെ ഈ AMS വരാതിരിക്കാൻ സാധാരണ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്ന ഒരു മരുന്നാണ് AMSൻ്റെ മരുന്ന് എന്ന് പറയുന്നത്. പിന്നെ ഇത് ടിപ്സും ട്രിക്സും നമ്മൾ എത്തിക്കൽ ട്രാവലിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കവർ ചെയ്ത കുറേ സാധനങ്ങളാണ്. എനിക്കിത് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ലാസ്റ്റ് അതായത് ഞാനിപ്പോൾ അടുത്ത് ഒരു സാധനം ഇങ്ങനെ കേട്ടിരുന്നു. അതായത് യാത്രനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഭയങ്കര മിറാക്കിളായിട്ട് ഫീൽ ചെയ്യുന്നൊരു യാത്രയാണ് ഇസ്രാ മിറാജ് യാത്ര. ലൈക്ക് ഒരു ടൈപ്പ് വെർട്ടിക്കൽ യാത്രയാണ്, അവിടുന്ന് ഹൊറിസോണ്ടൽ യാത്രയാണ്. അപ്പോൾ അതിൽ വെർട്ടിക്കൽ യാത്ര മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് അതിൽ റസൂൽ എങ്ങനെയായിരുന്നു യാത്ര പോയത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഇങ്ങനെ ബുറാക്കിലേറിയിട്ട് പോകുന്നു, അങ്ങനെ ആദ്യം മക്കയിൽ നിസ്കരിക്കുന്നു കുറച്ച് നേരം, പിന്നെ മദീനയിൽ പോയിട്ട് ജിബ്രീൽ നിസ്കരിക്കാൻ പറയുന്നു, പിന്നെ അതിന് ശേഷം തൂരിസീന തൂറിൻ്റെ അവിടെ പോയിട്ട് നിസ്കരിക്കുന്നുണ്ട്. അതിന് ശേഷം റസൂല് ബത്ലഹേമിൽ പോയിട്ട്, അതായത് ഈസാ നബീൻ്റെ സ്ഥലത്ത് പോയിട്ട് നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ ഖുദ്സിലെത്തി നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് റസൂൽ എന്തുകൊണ്ടാണ് മക്കയിൽ, അതായത് ശരിക്കും ആലോചിച്ച് നോക്കുക, എന്തായിരുന്നു ഇസ്രാ മിഅ്റാജിൻ്റെ പർപ്പസ്? ആകാശലോകങ്ങളിലേക്ക് പോവുക, നമസ്കാരം എന്നുള്ള സാധനം വാങ്ങാം, അതായിരുന്നല്ലോ പർപ്പസ്. ആകാശലോകം അള്ളാനെ കാണാൻ പോവുകയാണെങ്കിൽ പിന്നെ എന്തിനാ ആദ്യം ഖുദ്സ് പോണ്? നേരെ പോയാൽ വരെ. അപ്പോൾ പണ്ഡിതന്മാർ അതിന് പല നിലക്ക് ഇങ്ങനെ വിശകലനം ചെയ്യുന്നുണ്ട്. 7-8 അഭിപ്രായങ്ങളുണ്ട് പലർക്കും. അപ്പോൾ അതിലൊന്ന് പറയുന്നത് ഖുദ്സിൻ്റെ അവിടുന്നാണ് സ്വർഗ്ഗലോകങ്ങളിലേക്കുള്ള പോർട്ടൽ അവിടുന്നാണ് ഓപ്പൺ ആവാന്ന് പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. വേറൊരു അഭിപ്രായം കുറച്ചും കൂടി എനിക്ക് ഹിസ്റ്റോറിക്കലായിട്ട് ഫീൽ ചെയ്തു. ലൈക്ക് അത് ഒരു മെസ്സേജാണ്, റസൂലിന് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. റസൂൽ എപ്പോഴാണ് ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തുന്നത്? മക്കയിൽ അത്രയും അധികം പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരുന്ന് ആ പ്രയാസങ്ങൾക്കിടയിലാണ് ഇസ്രാ മിഅ്റാജ് യാത്ര നടക്കുന്നത്. ഇസ്രാ മിഅ്റാജ് എവിടുന്നാണ്? എവിടുന്നാണ്? മക്ക ടു ഖുദ്സ്. അപ്പോൾ മക്ക ടു ഖുദ്സ് അന്ന് ഇസ്ലാമിൻ്റെ കയ്യിലല്ല, ആ പ്രദേശങ്ങളൊന്നും ഇസ്ലാമിൻ്റെ കീഴിലല്ല. എന്നാൽ ഈ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് ഇതെല്ലാം വരുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ആ ഇസ്രാ യാത്ര എന്ന്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഇതിങ്ങനെ പറഞ്ഞിട്ട് പണ്ഡിതന്മാർ അതിനങ്ങനെ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്പോട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്ത് നോക്കുക, സിറിയ അതിൻ്റെ ഇടയിൽ പെടുമോ? മക്ക ടു ഖുദ്സ് അതിങ്ങനെ അത് ഇസ്ലാമിൻ്റെ കീഴിൽ വരും, അത് വിമോചിക്കപ്പെടും എന്നുള്ള ഐഡിയയാണ് റസൂലിൻ്റെ ഈ യാത്ര ഇറ്റ്സെൽഫ്. യാത്രയുടെ ഐഡിയ തന്നെ അതാണ്, ആ വിശ്വാസം അതാണെന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്തിനെങ്ങനെ കുറിച്ച് വിശകലനം ചെയ്യുന്നു. ഇസ്രാ മിഅ്റാജ് ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻ ഭേദിച്ചിട്ടല്ലേ പോകുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ഖുദ്സിലേക്ക് എത്തുക, അവിടുന്ന് ആകാശത്ത് എത്തുക, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ടൈമിൻ്റെ ഒരു ഇതിനൊക്കെ അപ്പുറത്തല്ലേ. അതായത് ടൈം ട്രാവൽ എന്നൊക്കെ ആണ്. അല്ല, ബുറാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ബുറാക്ക് പറഞ്ഞാൽ ഒരു കഴുതനേക്കാൾ വലിപ്പം, എന്നാലൊരു അങ്ങനെ ബുറാക്കിനെ അങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു കണ്ണിമ വെട്ടുന്ന നിമിഷത്തിൽ നമ്മൾ കണ്ണെത്താ ദൂരത്തോളം, അതായത് ഇവിടുന്ന് നമ്മൾ ഐസൈറ്റ് എത്ര ദൂരം വരെ പോവോ ആ ദൂരം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതാണ് ബുറാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് അങ്ങനെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം സ്വഹിയായ ഹദീസുകൾ ഉണ്ട് എന്നുള്ളത് സംശയമാണ്. യാത്രകൾ ഇങ്ങനെയാണ്. 3 മണിയായോ?
അപ്പോൾ ഇങ്ങനെയാണല്ലേ നമ്മൾ രാത്രി 3 മണി. ആ നമ്മൾ വർത്താനം പറയാൻ തുടങ്ങിയ ഇതാണ് അവസ്ഥ. നമുക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നമുക്ക് നിർത്താമെന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച കാണാം.